Hi everyone, let's wait for another 2 minutes so all of them can join. So hi everyone, so let's start the session. So all good? Can you confirm my voice is clear for everyone? You can see my screen as well, right? Sorry. Okay, sorry. It was muted. Sorry. Okay, so in the we are planning for part 2 on the major changes discussion agenda. Again, we'll be hosting one more session, probably another 2-3 days. Session host now. Part 1 in the changes discussion.
Okay, hope it is clear for you. So first നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ പോവാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലേക്ക് ഞാൻ പോവാണ്, പാർട്ട് 2 സെക്ഷൻ എ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ എന്തൊക്കെ കാര്യമായ മാറ്റങ്ങളാണ് സിലബസ് ചേഞ്ചസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടും അഡീഷൻസ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കുറച്ച് പോയിന്റ്സ് അഡീഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ലൈക്ക് ഒരുപാട് മേജർ ചേഞ്ചസ് അല്ല, ബട്ട് സ്റ്റിൽ യു ഷുഡ് ലേൺ സംതിങ് കോൾഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാറ്റേൺസും ട്രെൻഡ്സും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു പുതിയൊരു ടോപ്പിക് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാറ്റേൺസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ലൈക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻലി നമുക്കറിയാം, നമ്മളൊരു ലൈക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടും നമ്മൾ ഒരു കമ്പനി ജസ്റ്റ് ഇമാജിൻ ABGINC എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽസ് പബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ട്രെൻഡ്സും പാറ്റേൺസും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ നമുക്കൊരു റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ്സ് സേ ഒരു അംബ്രല്ല മാനുഫാക്ചറിങ് കമ്പനി നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു അംബ്രല്ല മാനുഫാക്ചറിങ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെയായിരിക്കും മേജർ ആയിട്ട് ഒരു ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ നിങ്ങൾക്ക് മെയിൻലി കാണാൻ പറ്റുക? മെയിൻലി നമുക്കറിയാം അംബ്രല്ല എന്നുള്ള സംഭവം ആൾക്കാർ ഉപയോഗിക്കുന്നപ്പോഴായിരിക്കും കൂടുതലായിട്ടും ഒരു റെയിനി സീസണിലായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി റെയിനി സീസൺ ആവുമ്പോൾ ഈ അംബ്രല്ല മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഇൻകംസ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ്സും ഹൈ ആയിരിക്കും. ഓക്കെ, കാരണം ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ട്രെൻഡോടെ കാണാൻ പറ്റും. ആ ഒരു റെയിനി സീസണിൽ റവന്യൂ കൂടുതലായിരിക്കും. അതുപോലെ നിങ്ങൾ നോക്കുക, ലെറ്റ്സ് ഓരോ ബിസിനസ്സിനും ആ ബിസിനസ് നേച്ചർ അനുസരിച്ച് ഇവിടെ ഫിനാൻഷ്യൽസിൽ കുറെ ട്രെൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ബഡ്ജറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ സീസണൽ ചേഞ്ചസ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. കാരണം നമുക്കറിയാം ഈ കമ്പനിക്ക് റെയിനി സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഡ്രോപ്പ് ആവും. അപ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ട് ക്യാഷ് ക്രഞ്ചസ് വരും. സ്വാഭാവികമായിട്ടും അതിനുള്ള പ്രൊവിഷൻസ്, അതിനുള്ള ഫണ്ട് റേസിങ്ങും സോഴ്സിങ്ങും അല്ലെങ്കിൽ ഫണ്ട്സ് അവർ റിസർവ്സ് ഫണ്ട്സ് കീപ്പ് ചെയ്യുന്നതെല്ലാം ആ ഒരു സീസണൽ ചേഞ്ചസ് അനുസരിച്ച് അവർ മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ്സ് ഒരു ഇലക്ട്രിക് ഒരു സ്കൂട്ടർ ഒരു സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനി എന്ന് വിചാരിക്കാം. ഓക്കെ, സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയാണ്, US-ലുള്ള സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ സൈക്കിളിന്റെ ഒരു ട്രെൻഡ് എപ്പോഴായിരിക്കും? എപ്പോഴും US-ൽ ലൈക്ക് കുറച്ചുകൂടി ടെമ്പറേച്ചേഴ്സ് ഒക്കെ വിന്ററൊക്കെ ആരും സൈക്കിളോ മോട്ടോർ സൈക്കിളോ ഒന്നും യൂസ് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും വിന്ററിൽ തണുപ്പ് സമയങ്ങളിൽ സൈക്കിളിന്റെ സെയിൽസ് ഭയങ്കര കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം സമ്മറിലായിരിക്കും ഏറ്റവും കൂടുതൽ സൈക്കിൾസ് സെയിൽ ആവുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് അവർ പ്ലാൻ ചെയ്യുമ്പോൾ ദേ മസ്റ്റ് കൺസിഡർ ദിസ് ട്രെൻഡ്. കാരണം എന്താണ്, നോർമലി എവറി വിന്ററിൽ ഇവിടെ സെയിൽസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് കട്ടിങ്ങും അതിനുള്ള ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്സ് എല്ലാം അവർ പ്രോപ്പറായി ചെയ്തിട്ടുണ്ടാവണം. അറ്റ് ദ സെയിം ടൈം അവരെ സംബന്ധിച്ച് ലൈക്ക് സമ്മറിൽ സെയിൽസ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഇൻവെന്ററി ലെവൽസും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മിക്ക ടെർമിനോളജീസും ഈ സീസണൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും അതിന്റെ ഒരു ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കി കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ ചില ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനിക്ക് ആണെങ്കിൽ നമ്മുടെ ഷെയർ മാർക്കറ്റ്സ് എല്ലാം അപ്സും ഡൗൺസും ഉണ്ടാവും. അപ്പോൾ ഡൗൺസ് എല്ലാം അവർ ഇൻ അഡ്വാൻസ്, അപ്സ് വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡൗൺ വരുമ്പോൾ കൂടുതൽ സെൽ ഓഫ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എല്ലാം അവരവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് മെയിനായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ റെഗുലർ ആയിട്ടായിരിക്കും ട്രെൻഡ്സ് കാണുന്നുണ്ടാവുക, സീസണൽ ആയിരിക്കാം, സൈക്ലിക്കലായിരിക്കും. സൈക്ലിക്കൽ എന്താണ്? ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു അപ്സ് ആൻഡ് ഡൗൺ സൈക്കിൾസ് ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ എപ്പോഴും. ആ സൈക്ലിക്കൽ ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യണം വെൻ വി ക്രിയേറ്റ് എ ബഡ്ജറ്റ്, ഫോർകാസ്റ്റ്, എവറിത്തിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു മേജർ പോയിന്റ് ആണ് ഇതിൽ സെക്ഷൻ എയിൽ സംബന്ധിച്ച് കാര്യമായ അഡീഷൻസ് വന്നിട്ടുള്ള വേറൊന്നും ഇല്ല. അതുപോലെ തന്നെ ദർ ഇസ് നോ ഡിലീഷൻ ഫോർ ദ സെക്ഷൻ എയിൽ, ഡിലീഷൻസ് ഒന്നുമില്ല. ഓക്കെ, നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് സെക്ഷൻ ബി. സെക്ഷൻ ബിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അഡീഷൻസ് ഇവിടെ ആകെ വന്നിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡെറ്റ് ഫിനാൻസിങ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിങ്ങിന്റെ ഒരു പോയിന്റ് ആണ് എക്സ്ട്രാ സിലബസിൽ കയറി വന്നിട്ടുള്ളത്. നോ ഡിലീഷൻ ബട്ട് അഡീഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് റേസിംഗ് ക്യാപിറ്റലിലെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡെറ്റ് ഫിനാൻസിങ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന ടോപ്പിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെറ്റ് ഫിനാൻസിങ്, ഇക്വിറ്റി ഫിനാൻസിങ് എന്താ നിങ്ങൾക്ക് അറിയാം. അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നമുക്കൊന്ന് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു കമ്പനിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു മാനേജ്മെന്റിന് വരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് വെദർ ഐ ഷുഡ് ഗോ ഫോർ ഡെറ്റ് ഫിനാൻസ് ആണോ ഞാൻ പോകേണ്ടത് അതോ ഇക്വിറ്റി ഫിനാൻസ് ആണോ പോകേണ്ടത്.
ഓക്കെ, ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ്സ് ആണ് ഏതൊരു മാനേജ്മെന്റിനെ സംബന്ധിച്ചും കമ്പനിയെ സംബന്ധിച്ചും ഏതാണ് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറേ ഫാക്ടേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പോകുമ്പോൾ ഇതിൻ്റെതായിട്ട് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇത് പോകുമ്പോൾ ഇതിൻ്റെതായിട്ട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻലി ഒരു ജനറൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു തമ്പ് റൂൾ ഉണ്ട്. എപ്പോഴും കമ്പനി പ്രിഫർ ചെയ്യുന്നത് കമ്പനിക്ക് വേണ്ട മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ ഒരു അസറ്റ് ഫോക്കസ്, ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ കമ്പനി എപ്പോഴും ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ഡെറ്റ് ഫിനാൻസ്. അതർ ദാൻ ദാറ്റ് എന്തൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഇക്വിറ്റി ഫിനാൻസ് ഉപയോഗിക്കുന്ന തമ്പ് റൂളാണ് നോർമലി കമ്പനീസ് എപ്പോഴും ഫോളോ ചെയ്യാം. അതായത് ഒരു കമ്പനിക്ക് വെച്ച് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ABC ഏജൻസ് എന്ന കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ കമ്പനി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പൈസ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് അത് നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം. മാർക്കറ്റിംഗിന് ഹ്യൂജ് ഫണ്ട്സ് എനിക്ക് വേണം, മാർക്കറ്റിംഗ് പ്രൊമോഷൻസിന്. ഓക്കെ, അപ്പോൾ അതിന് വെച്ച് ഒരു 2 million ആണ് എനിക്ക് മാർക്കറ്റിംഗിന് ഫണ്ട് വേണ്ടത്. ഓക്കെ, പ്ലസ് എനിക്ക് ഇതിന് പ്രീ സെയിൽസ് ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ ലൈക്ക് ഇനീഷ്യൽ പീരീഡിലെ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോയും ഇനീഷ്യൽ പീരീഡിൽ എനിക്ക് ഫണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ട ഇനീഷ്യൽ എക്സ്പെൻസ് കവർ ചെയ്യാൻ പ്രോഫിറ്റ് ആവുന്ന വരെയുള്ള സമയത്തുള്ള ബിഫോർ പ്രോഫിറ്റ് എനിക്ക് ആവുന്ന വരെയുള്ള എൻ്റെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് എനിക്കൊരു 1 million അതും വേണം. അതുപോലെ തന്നെ ഈ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, ആ ബിസിനസ്സിന് വേണ്ട മേജർ ഫിക്സഡ് അസറ്റ്സ്, വെഹിക്കിൾസോ അല്ലെങ്കിൽ മെഷീനറീസോ പ്ലാന്റോ ബിൽഡിങ്സോ എന്ത് ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ എനിക്ക് ഒരു 5 million വേണം. ഇങ്ങനെയാണ് എൻ്റെ ബിസിനസ് റിക്വയർമെന്റ് എങ്കിൽ എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ബേസിക് തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കല്ല മാർക്കറ്റിംഗ്, അതായത് നമുക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മാർക്കറ്റിംഗോ അങ്ങനെയുള്ള എക്സ്പെൻസർക്കൊക്കെ എപ്പോഴും ഇക്വിറ്റി ഫിനാൻസ് പ്രിഫർ ചെയ്യുക. ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ എപ്പോഴും ഡെറ്റ് ഫിനാൻസ് ഫിക്സ് ചെയ്യുക. നോർമൽ ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. ബട്ട് ഹവർ വെൻ കം ടു CMA എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മെയിൻലി നോക്കേണ്ട ഡെറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഡെറ്റ് ഫിനാൻസ് വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ഇവിടെ തിങ്ക് അബൌട്ട് ഡെറ്റ് ഫിനാൻസ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സപ്പോസ് ടു റീപേ ചെയ്യാനുള്ള സംഭവമാണ് അല്ലെ. എപ്പോൾ ഡെപ്റ്റ് വന്നാലും നമുക്ക് ആ ഡെപ്റ്റ് റീപേ ചെയ്യണം. അപ്പൊ കമ്പനിയുടെ ഗോയിങ് ഫെർദർ ആ കമ്പനിയെ സംബന്ധിച്ച് അവർ ഡെപ്റ്റ് റേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീപേ ചെയ്യാനുള്ള ഒരു ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റ്സ് അല്ല സെയിം ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അത് റീപേ ചെയ്യാനുള്ള ക്യാഷ് ഫ്ലോ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, കമ്പനിക്ക് തോന്നുവാണ് ഞാൻ കടമെടുത്താൽ ഡെപ്റ്റ് എടുത്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീപേ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതിനുള്ള ക്യാഷ് ഫ്ലോ എനിക്ക് ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ തോന്നുന്ന ഒരു സെക്ടറിൽ ഒരിക്കലും ഡെപ്റ്റ് ഫിനാൻസ് നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ വേരിയസ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഞാൻ പറയുന്നത് ജനറിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും നിങ്ങൾ നോക്കേണ്ടത് ഡെപ്റ്റ് ഫിനാൻസ് ആണോ ഇക്വിറ്റി ഫിനാൻസ് ആണോ എന്നുള്ള രണ്ടിന്റെയും ഒരു അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും അനലൈസ് ചെയ്തിട്ട് ആ കമ്പനിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക വെദർ ഐ ഷുഡ് ഗോ ഫോർ എ ഡെപ്റ്റ് ഫിനാൻസ് ഓർ ഇക്വിറ്റി ഫിനാൻസ്. ഓക്കെ, സോ ലെറ്റ്സ് സേ if you go for debt finance, മെയിൻലി നോക്കുന്ന സംഭവം നമ്മൾ ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവും കമ്പനിക്ക് വേണ്ടിയിട്ട്. ആ ക്യാഷ് ഫോർകാസ്റ്റിംഗിൽ ആ ഡെപ്റ്റ് റീപേ ചെയ്യാനുള്ള ക്യാഷ് ഫ്ലോക്കുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ചില ബിസിനസ് ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ച് നല്ല പ്രോഫിറ്റ്സ് ആയിരിക്കും, പക്ഷെ ക്യാഷ് ഫ്ലോ ഭയങ്കര സ്ലോ ആയിരിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഗവൺമെന്റ് ടെൻഡർ പിടിക്കുന്ന ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് നോക്കുക, ഭയങ്കര ലാഭത്തിലായിരിക്കും ബിസിനസ് പിടിക്കുക. ഓരോ കോൺട്രാക്റ്റിലും ഒരു 2 million കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 1 million അവർക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അത്രയും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും ചില കോൺട്രാക്ട്സ് ഒക്കെ. പക്ഷെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് ഫെർദർ അവർക്ക് ഈ പൈസ 2 million ഫണ്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ആ പൈസ കിട്ടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പോലെ കമ്പനികൾക്ക് ഇതേ സിറ്റുവേഷൻസ് ആണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഹ്യൂജ് ക്രെഡിറ്റ്സ് ആണ് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഹ്യൂജ് ക്രെഡിറ്റ്സ് അവർ കൊടുക്കുന്നത്. ഭയങ്കര പ്രോഫിറ്റ്സ് ഉള്ള ബിസിനസ് ആയിരിക്കും, പക്ഷെ പൈസ മാർക്കറ്റിൽ കളക്ഷൻ ചെയ്ത് വരാനോ ഫണ്ട് ക്യാഷ് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് റിസീവബിൾ ക്യാഷ് ആയി വരാനോ അല്ലെങ്കിൽ ഇൻവെന്ററി ക്യാഷ് ആയിട്ട് വരാനോ ഒത്തിരി സമയം എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇറ്റ് വെരി വെൽ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എങ്ങനെയാണ്? ഹ്യൂജ് എമൗണ്ടിന് റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് വാങ്ങിച്ചിടും, പക്ഷെ എപ്പോഴും അത് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ക്യാഷ് ഫ്ലോ സ്റ്റഡി ആയിട്ട് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അങ്ങനത്തെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ ഡെറ്റ് ഫിനാൻസ് എടുക്കുന്നതിന് മുമ്പ് അവർ ഒരുപാട് തവണ ചിന്തിക്കണം. ബിക്കോസ് ഡെപ്റ്റ് എടുത്ത് അവർ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് വരാൻ പോകുന്ന ചലഞ്ച് അത് റീപേ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അവരുടെ കയ്യിലുള്ള അസറ്റ്സും അക്കൗണ്ട് റിസീവബിളും ലിക്വിഡിറ്റി കുറവായിരിക്കും. ഓക്കെ, നേരെ മറിച്ച് ഇഫ് യു ആർ ഡൂയിങ് എ ബിസിനസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സും അക്കൗണ്ട് റിസീവബിളൊക്കെയാണ്. ഒരു റീറ്റെയിൽ ബിസിനസ് ആണോ അല്ലെങ്കിൽ ഒരു ഡൂയിങ് സം ബിസിനസ് ഹാവിങ് ലൈക്ക് ഹൈ ലിക്വിഡിറ്റി വിത്ത് ഇൻവെന്ററി. ലെറ്റ്സ് നമ്മളൊരു ഒരു ബൾക്ക് ഒരു ബൾക്ക്
ഗ്രോസറി ട്രേഡിംഗ് ചെയ്യുന്ന കമ്പനിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഹ്യൂജ് വോളിയത്തിൽ ഗ്രോസറി ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ്. ചിലപ്പോൾ ഒരു 1 rupees ഒക്കെ പ്രൈസ് കുറച്ച്, അല്ലെങ്കിൽ ഒരു 1% ഒക്കെ പ്രൈസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഈസിലി ആയിട്ട് എത്ര വോളിയം വേണമെങ്കിലും വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റും. അപ്പോൾ ഇൻവെന്ററി ഡെപ്റ്റ് ഫിനാൻസ് വെച്ച് ഇൻവെന്ററി വാങ്ങിച്ചു കഴിഞ്ഞാലും റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. അതുപോലെ അക്കൗണ്ട് റിസീവബിൾ അധികം സമയം എടുക്കാത്ത ബിസിനസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾക്കൊക്കെ സംബന്ധിച്ച് ഡെറ്റ് ഫിനാൻസ് എടുത്താൽ വലിയ പ്രശ്നം വരില്ല. അറ്റ് സെയിം ടൈം ലിക്വിഡിറ്റി കുറഞ്ഞ കമ്പനികളാണെങ്കിൽ ഡെറ്റ് ഫിനാൻസ് എപ്പോഴും അവർക്ക് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് പല ഫാക്ടേഴ്സ് ഉപയോഗിച്ച് വേണം നമ്മൾ ഡെറ്റ് ഫിനാൻസിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ മനസ്സിലാക്കുക, ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കുക, അതിൽ ഏതാണ് ആ ബിസിനസ്സിന് അലൈൻഡ് ആയിട്ട് വരുന്നതെന്ന് നമ്മൾ നോക്കുക. അതനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഡെപ്റ്റ് ആണോ ഇക്വിറ്റി ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആ പൈസ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ആ പൈസയ്ക്ക് ഇൻട്രസ്റ്റും നമ്മൾ കമ്പൽസറി ആയിട്ട് സെർവ്. കമ്പനി ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതിന് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം. ഇത് രണ്ടാണ് രണ്ട് മേജർ ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് ഡെറ്റ് ഫിനാൻസ് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ എപ്പോഴും നോർമലി സ്ഥിരമായിട്ട് എക്സാം പാറ്റേണിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സിലബസ് ചേഞ്ച് വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സാമിൽ വരാൻ പോകുന്ന എസ്സേയുടെ കൂടുതൽ പോയിന്റ്സും ആ ചേഞ്ച് വന്ന ഏരിയ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസിൽ വരിക സാധാരണ. ദാറ്റ്സ് എ വെരി കോമൺ ട്രെൻഡ്. അത് എന്ത് സിലബസ് ചേഞ്ച് വന്നാലും ആ ചേഞ്ച് വന്ന ഏരിയ നിന്നായിരിക്കും കോമൺ ആയിട്ട് എപ്പോഴും എസ്സേസ് വരിക. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ ഹൈ ചാൻസ് ഫോർ യു ടു ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഓൺ ദ എക്സാം, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഡെറ്റ് ഫിനാൻസിങ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിങ്. ഓക്കെ, സോ അപ്പോൾ ഡെറ്റ് ഫിനാൻസിംഗിൽ വരുന്ന മേജർ 2 ഡിസ്അഡ്വാൻറ്റേജ് പെർസ്പെക്റ്റീവ് ആണ്. ഒന്ന്, ഡെപ്റ്റ് ആയതുകൊണ്ട് അത് റീപേ ചെയ്യണം. അപ്പോൾ അതിന് ലിക്വിഡിറ്റി ആണുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ നോക്കണം. മാത്രമല്ല ഡെറ്റ് ഫിനാൻസ് ആണെങ്കിൽ എപ്പോഴും ഇൻട്രസ്റ്റ് എലമെന്റ് അതിനകത്ത് കയറി വരും. ഇൻട്രസ്റ്റ് എലമെന്റ് കയറി വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനുള്ള ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇൻട്രസ്റ്റ് എലമെന്റ് അവിടെ കയറി വരുന്നുണ്ടാവും. Okay, so these are the major 2 disadvantages related to debt financing. Now we're talking about the advantage. എന്തൊക്കെയാണ് advantages? The major advantages here, we don't need to liquidate എന്താണ് നമ്മുടെ ഓണർഷിപ്പ് നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഓണർഷിപ്പ് മെയിൻലി നമ്മളൊന്നും ലിക്വിഡേഷൻ ഇവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ കടം വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ഓണർഷിപ്പ് ഡൈല്യൂഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് കമ്പനിക്ക്, ഇഫ് കമ്പനീസ് മേക്കിംഗ് ഹൈ പ്രോഫിറ്റ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണ് ഓണർഷിപ്പ് ആണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെങ്കിൽ അവർക്ക് ഹൈ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഹൈ പ്രോഫിറ്റ്സ് നമ്മൾ കമ്പനി ഉണ്ടാക്കിയാലും സ്റ്റിൽ നമ്മൾ ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ്സ് നല്ല ഇതിലേക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലും, അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കമ്പനി ഇക്വിറ്റി ആണെങ്കിൽ, ഇഫ് ദേ ആർ യൂസിങ് ഇക്വിറ്റി ഫിനാൻസിങ് ഉപയോഗിക്കുന്നത് എന്താ സംഭവിക്കുന്നത്? ഓണർഷിപ്പ് ഡൈല്യൂഷൻ വരുന്നതുകൊണ്ട് അവർക്ക് ഓണർഷിപ്പിന് കൺട്രോൾ അവർക്ക് ഇതായിരിക്കും. സെക്കൻഡ് ഈസ് ഹൈ പ്രോഫിറ്റ് വന്ന ഹൈ എമൗണ്ട് ഷെയർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് നമ്മുടെ ബിസിനസ് ഹൈ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടെക്നിക്കലി ലീവറേജ് അവർ ബിസിനസ്. ദാറ്റ്സ് ദ റൈറ്റ് ടൈം ടു യൂസ്. വി ക്യാൻ റിയലി ലീവറേജ് ദ ഡെപ്റ്റ് ഫണ്ട്. ഓക്കെ, ലീവറേജ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തിരിച്ച് അത് ലീവറേജ് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും. സെൻസ് നമുക്ക് ഹൈ പ്രോഫിറ്റ്സ് വന്നാൽ വി ആർ യൂസിങ് ദ ഡെപ്റ്റ് ഫണ്ട് ടു ലീവറേജ് അവർ പ്രോഫിറ്റ്സ്. ദ സെയിം ടൈം ഇഫ് വി ഹാവ് ലോസ് അത് തന്നെ തിരിച്ചും വരും. ഡെപ്റ്റ് ഫണ്ട് ഉള്ളതുകൊണ്ട് ഹ്യൂജ് ആയിട്ട് തന്നെ ലീവറേജ്ഡ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ 2 പെർസ്പെക്റ്റീവും കറക്റ്റ് മനസ്സിലാക്കുക. ഇതാണ് മെയിൻലി ഡെപ്റ്റ് ഫിനാൻസിംഗിൽ വരുന്ന കുറച്ച് മേജർ പോയിന്റ്സ്. നൗ വി ലുക്കിംഗ് അറ്റ് ഇക്വിറ്റി ഫിനാൻസിംഗ്. ഇക്വിറ്റി ഫിനാൻസിംഗിന്റെ മേജർ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഫിനാൻസിംഗിൽ ദ മേജർ പോയിന്റ് ഹിയർ ഈസ് അബൌട്ട് നമ്മൾ ഇക്വിറ്റി ഫിനാൻസിംഗിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീപേ. ഈ പറഞ്ഞ ഡെപ്റ്റിൽ കാണുന്ന അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ ഡിസ്അഡ്വാൻറ്റേജ്. ഇവിടുത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. സിംപ്ലി കാരണം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഇക്വിറ്റി ഫിനാൻസിന്റെ വലിയൊരു ഗുണം എന്താണ്? വി ഡോണ്ട് നീഡ് ടു മേക്ക് എനി ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ് ഒന്നും നമുക്കില്ല. നമുക്ക് ഒരു ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ്, ക്യാഷ് ഫ്ലോനെ പറ്റി കൺസേണേ വേണ്ട. ബിക്കോസ് കമ്പനിയുടെ ഇക്വിറ്റി ആയിട്ടുള്ള ഫണ്ട് വരുന്ന ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലസ് ആ ഇക്വിറ്റി നമ്മൾ സെർവ് ചെയ്യണം. അപ്പോൾ ഡെപ്റ്റ് റീപേയ്മെന്റിന്റെ ആവശ്യമില്ല, ഫിക്സഡ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ആണെങ്കിലും നമ്മൾ റീപേ ചെയ്യേണ്ട, സെയിം ടൈം നോ നീഡ് ടു സെർവ് യുവർ ഡെപ്റ്റ്സ്. ഈ 2 പെർസ്പെക്റ്റീവും കറക്റ്റ് മനസ്സിലാക്കുക. സോ ഡെപ്റ്റ് റീപേ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഡെപ്റ്റിനെ സെർവ് ചെയ്യേണ്ട ആവശ്യം. ഇതാണ് മെയിനായിട്ട് ഇക്വിറ്റി ഫിനാൻസിംഗിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അവിടുത്തെ അഡ്വാൻറ്റേജ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയി. ഓക്കെ, അപ്പോൾ ഇനി കമ്മിങ് ടു ഇതിന്റെ അഡ്വാൻറ്റേജ്, ഇതിന്റെ ഇക്വിറ്റി ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ഓഫ് കോഴ്സ് ഡെപ്റ്റിന്റെ അഡ്വാൻറ്റേജ് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. ദ സെയിം ടൈം നമുക്ക് ബിസിനസിന് പ്രോഫിറ്റ്സിന് ലീവറേജ് ചെയ്യാൻ പറ്റും. ലീവറേജ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും സ്റ്റിൽ കുറച്ച് എമൗണ്ട് മാത്രം ഷെയർ ചെയ്താൽ മതി, ഹയർ എമൗണ്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺ സെയിം ടൈം ഡിസിഷൻ മേക്കിംഗിൽ ഒന്നും ആരും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ബിസിനസ് കൺട്രോൾ വിൽ സ്റ്റേ വിത്ത് ദ ബിസിനസ് ഓണേഴ്സ്.
ക്ലിയർ? അപ്പോൾ ഇതാണ് മെയിൻ ഡെപ്റ്റും ഇക്വിറ്റി ഫിനാൻസിങ്ങിന് ഇത് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ്. നിങ്ങളത് എക്സാമിൽ ഹൈ ചാൻസസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, then coming to section bill deletions നോക്കിയാൽ there is no deletions at all. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട. Then section C യാതൊരു മാറ്റവും ഇല്ല, no additions, no deletions. section D യിലും ഒരു മാറ്റമില്ല, no additions, no deletions. Coming to section E വരികയാണെങ്കിൽ there are few points we have to discuss. section E വരികയാണെങ്കിൽ സോ സെക്ഷൻ E2 ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് മെത്തേഡിലെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് 2 പുതിയ ടോപ്പിക്സ് ആഡ് ആയി വന്നിട്ടുണ്ട്. 3 ടോപ്പിക്സ്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേഷൻ. നമുക്ക് ഓൾറെഡി നമ്മുടെ എൻഗേജിൽ ഇതെല്ലാം ഡീറ്റെയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് സിലബസ് ചേഞ്ചിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന ടോപ്പിക് കയറി വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. ദെൻ സെൻസിറ്റീവ് അനാലിസിസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. 3 ടോപ്പിക്സ് ആണ് പുതുതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി ഇറ്റ്സ് അബൌട്ട് യുവർ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ബേസിക്കലി ഇതിന്റെ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ വരാൻ പോകുന്ന ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ഈസ് ജസ്റ്റിഫയബിൾ വെൻ കമ്പയർ ടു യുവർ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഞാൻ ഒരു $100,000 ഞാനൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, $100,000 ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഞാൻ ബാങ്കിൽ കൊണ്ട് ചുമ്മാ FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് എനിക്ക് ചുമ്മാ ഒരു 8% ഇൻട്രസ്റ്റ് എല്ലാ മാസവും തന്നോണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ 100,000 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഒരു 8,000 വെച്ചിട്ട് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓൺ ദ സെയിം ടൈം ഇത് ഞാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അപ്പോൾ ഇതെപ്പോഴും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത് ലൈഫ് ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഓക്കെ, പ്ലസ് ഇനി പോയിന്റ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ 1,08,000 തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കൺസിഡറിങ് ഈ ഒരു റിസ്കിന്റെ കൺസിഡർ ചെയ്ത് റീസണബിൾ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടാവും. നേരെ മറിച്ച് ഇതൊരു ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പൈസ വരുന്ന ഇങ്ങനെ ഒരു പാറ്റേണിലാവണമെന്നില്ല. പല രീതിയിലേക്ക് ചിലപ്പോൾ ആദ്യത്തെ വർഷം 25, പിന്നെ 30, 45 പല രീതിയിലേക്കാവും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഫണ്ട് ചെയ്യുമ്പോൾ ആ വരുന്ന ഫ്യൂച്ചർ ഇയേഴ്സ് ക്യാഷ് ഫ്ലോ ടെക്നിക്കലി നോക്കി പ്രോഫിറ്റ് ആണ്. നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂടുതൽ പൈസ ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ്സ് എ റിയൽ ഫാക്ട്. പക്ഷെ കൺസിഡറിങ് ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കുന്ന റിസ്കിനെ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ, ഓക്കെ, ആ നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടറേക്ക് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഓരോ എലമെന്റ്സ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിസ്കിനെ ഒരു സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ലെവലിലേക്ക് അതിന്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ NPV പോലെ തന്നെ, NPV സിമിലർ കോൺസെപ്റ്റ് തന്നെ. ബട്ട് NPV നമുക്കൊരു ഫിക്സഡ് വാല്യൂല് വരുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമുക്ക് വരുന്നത് ഒരു സ്കെയിലായിരിക്കും വരുന്നുണ്ട്. അപ്പോൾ സ്കെയിലിൽ വാല്യൂ മോർ ദൻ 1 ആണെങ്കിൽ വി ക്യാൻ കോൾ ദിസ് പ്രൊജക്ട് ഈസ് മോർ ആക്സെപ്റ്റബിൾ. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദൻ 1 ഇറ്റ്സ് നോട്ട് റിയലി ആക്സെപ്റ്റബിൾ. അപ്പോൾ ഇവിടെ മെയിൻലി നോക്കുന്ന പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. റിസ്കിന് എടുക്കുന്ന നമ്മളൊരു ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ CAPM മോഡലൊക്കെ പറയുന്ന CAPM മോഡലൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെന്റിന് ഇത്ര % ROI വേണമെന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ. ആ എക്സ്പെക്ടേഷൻസ് ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഞാൻ ബാങ്കിൽ FD ആണ് 8% ഇൻട്രസ്റ്റ്. ഓക്കെ, സെയിം ടൈം വേറെ ബാങ്കുകളൊക്കെ 12% ഇൻട്രസ്റ്റ് സെയിം റിസ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ എമൗണ്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്ത് വരുമ്പോൾ ഇത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദൻ 1 പോകും ഇല്ലേ? ഇപ്പൊ നമ്മൾ ഈ ഒരു സിമ്പിൾ FDയുടെ കേസ് എടുത്ത് ചോദിക്കുക, 8,000 ആണ് ആദ്യത്തെ വർഷം ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇത് ഇയർ 0, ഇതെല്ലാം ഇയർ 1, 2, 3, 4 ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വർഷം വരുമ്പോൾ ക്യാഷ് ഫ്ലോ ഇതിന് പ്രസന്റ് വാല്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 8,000 ആണെങ്കിൽ പോലും നമ്മൾ 12% ആണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 1.12 എന്ന് പറഞ്ഞാൽ 7,142 വരുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാല്യൂ വിൽ ബി ലെസ് ദൻ 1 lakh ആയിരിക്കും. അപ്പോൾ 1 lakh താഴെ വാല്യൂ വരുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പ്രസന്റ് വാല്യൂ ഓഫ് ദ ഓൾ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞ എമൗണ്ട് ചിലപ്പോൾ ലെസ് ദൻ 1 lakh ആയിരിക്കും. Okay, and the denominator വരുന്നത് 1 lakh ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി just imagine the present value of cash inflows നമ്മൾ നോക്കുമ്പോൾ it is like 95,000 ആയിരിക്കും കാണും. ഇതിന്റെ ഡിവൈഡഡ് ബൈ എന്താണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെയാണ് വന്നെങ്കിൽ നമുക്ക് 1 lakh ആണെങ്കിൽ സ്വാഭാവികമായിട്ട് വാല്യൂ വരുന്നത് 0.95 ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സെപ്റ്റബിൾ പ്രൊജക്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബാങ്കിൽ FD ഇടുന്നു, മറ്റുള്ള ബാങ്കുകളിൽ 12% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവർ 8% കൊടുക്കുന്നുള്ളൂ. സോ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി കുറവാണ്. ഓക്കെ, നൗ യു ട്രൈ ടു റിലേറ്റ് ദ സെയിം ലോജിക് വിത്ത് എ പ്രോജക്ട്. ഓക്കെ, ഞാൻ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, $200,000 ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എനിക്ക് വരാൻ റിട്ടേൺസ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഒരു 30,000 ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ വരുന്നു,
ഒരു 40,000 അടുത്ത വർഷം വരുന്നു, ഒരു 25,000 അടുത്ത വർഷം വരുന്നു. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതേ സംഭവം എന്ത് ചെയ്യുന്നു, പ്രസന്റ് വാല്യൂ കണ്ടിട്ട് ഒരു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കണ്ടുപിടിക്കുന്നു, വിച്ച് ഇസ് ഡിവൈഡഡ് ബൈ ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മോർ ദാൻ 1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ വാല്യൂ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വന്നിട്ടാണ്. അപ്പോൾ ഇത് 1,20,000 വന്നെങ്കിൽ വി കൻ സേ 1.2 വിൽ ബി എ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, വിച്ച് ഇസ് എ ഗുഡ് പ്രോജക്ട്. ഓക്കെ, ഇതിന് അപ്ലിക്കബിലിറ്റി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദർ ആർ സിറ്റുവേഷൻസ്, നമുക്ക് മൾട്ടിപ്പിൾ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. ഓക്കെ, ലെറ്റ്സ് യു ഹാവ് 10 ഒരു 15 പ്രോജക്ട്സ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതിൽ 1, 2, 3 പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ലൈക്ക് ഇവിടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, നമുക്ക് കുറേ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്പോഴും ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചുകൊണ്ടായിരിക്കും. നമുക്ക് റാങ്കിങ് ചെയ്തിട്ട് ഏതാണ് ഹയസ്റ്റ് ROI ഉള്ള പ്രൊജക്ട്സ് നോക്കിയിട്ട് നമ്മൾ റാങ്കിങ്, ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ റാങ്കിങ് ചെയ്യാം ഏത് പ്രോജക്റ്റിലേക്കാണ് നമ്മൾ ആദ്യം നമ്മുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻലി ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ടോപ്പിക്കിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. Okay, hope it is clear for you. If it is clear for you, please message me yes on the chat box. So far, it is clear. Okay. Clear? Fine. So now we'll move to the next topic, net profitability index. Okay. Fine. So net profitability index. Net profit index concept എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ again similar to നമ്മുടെ profitability index പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് NPV, net present value of the business divided by the initial investment. ഓക്കെ, അപ്പൊ നമുക്കിത് ഇതെപ്പോഴും ഒരു എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് വരേണ്ട ഒരു സംഭവമാണ്. സോ ലെറ്റ്സ് സേ ഇപ്പോൾ ഈ പ്രൊജക്റ്റിൽ നമുക്ക് കിട്ടിയ, വി ഹാവ് ടു കൺസിഡർ ബോത്ത് ക്യാഷ് ഇൻഫ്ലോസ്, പ്രസന്റ് വാല്യൂ യുവർ ക്യാഷ് ഇൻഫ്ലോസ്, present value of all your cash inflows and present value of all your cash outflows. രണ്ടും നമ്മൾ നോക്കുന്നു. ഇത് രണ്ടും നോക്കിയിട്ട് ഇതിൽ നമുക്ക് NPV കണ്ടുപിടിക്കുന്നു. സോ എന്തായിരിക്കും, പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആയിരിക്കും NPV വരിക. അപ്പോൾ ഈ NPV ഡിവൈഡഡ് ബൈ യുവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന ടൂൾ. ഇതും നമ്മൾ റാങ്കിങ് പർപ്പസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതെപ്പോഴും ഈ ടൂൾ, ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മൈനസ് NPA, നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ബിക്കോസ് ഇത് ഡിഫറൻസ് രണ്ട് അല്ല വരുന്നത്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും നോക്കി കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ മേജർ ഡിഫറൻസ് എന്താ വരുന്നത്, ഇവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് എടുക്കുന്നു, ഇവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോസ് എടുക്കുന്നു. രണ്ടിലും കോമൺ ആയിട്ട് ഇൻഫ്ലോസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി ഇത് രണ്ടിനും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന വാല്യൂ 1 ആയിരിക്കും. Okay, if the value is positive, accept the project. If its value is negative, we should not accept the project. That's a basic logic. Okay, so that's a point. And again, now we're talking about the sensitivity analysis used in capital investment decision analysis. Next topic. So sensitivity analysis is used in capital investment. Sensitivity analysis എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി എങ്ങനെ, ലൈക്ക് ഒരു ഫാക്ടർ മാറുമ്പോൾ മറ്റ് ഫാക്ടേഴ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, പ്രൈസ് മാറുമ്പോൾ എങ്ങനെ പ്രോഫിറ്റ്സിനെ അത് എഫക്ട് ചെയ്യുന്നു, കോസ്റ്റ് മാറുമ്പോൾ പ്രോഫിറ്റ്സ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു. വി ഹാവ് ഡിസ്കസ് ദിസ് ഇൻ സെക്ഷൻ C, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അപ്ലിക്കേഷൻ തന്നെ എങ്ങനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അനാലിസിസിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ മെയിൻലി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിൽ ഏറ്റവും ഹൈലി സെൻസിറ്റീവ് നിൽക്കുന്ന വാല്യൂസ് എന്തായിരിക്കും, എന്ത് വാല്യൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് വരിക, മെയിൻലി ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഓക്കെ, വേറെ എലിമെന്റ്സ് എല്ലാം മിനിമം ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു പ്രൊജക്ട് എക്സ്പെക്ട് ചെയ്ത 5 വർഷം കൊണ്ട് പേ ബാക്ക് ആവും എന്ന് എക്സ്പെക്ട് ചെയ്ത ഒരു പ്രൊജക്ട്, ഇറക്കിയ പൈസ 5 കൊല്ലം കിട്ടുന്ന എക്സ്പെക്ട് ചെയ്ത പ്രൊജക്ട്, അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പല വാല്യൂസും, വെദർ ഇറ്റ്സ് NPI ആയിക്കോട്ടെ, PI ആയിക്കോട്ടെ, അല്ലെങ്കിൽ NPV ആയിക്കോട്ടെ, ഏത് വാല്യൂസ് നമ്മൾ ഇതിനെ അസസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ കിട്ടുന്ന എല്ലാ വാല്യൂസും ചേഞ്ച് ആവും വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച്. ഇപ്പോൾ ഈ പ്രൊജക്റ്റിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 2020
ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 20 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ആ റിട്ടേൺ എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ എലമെന്റ് 12% ആയിരുന്നു ആ പ്രൊജക്റ്റിലേക്ക്, കൺസിഡറിംഗ് ദ റിസ്ക് ആൻഡ് അതർ മാർക്കറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 5 കൊല്ലം, അടുത്ത 5 കൊല്ലം ദിസ് റിമെയിൻ സെയിം എന്നുള്ള അസംഷനിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവാം. ബട്ട് സം റീസൺ മാർക്കറ്റ് കണ്ടീഷൻസ് മാറി, ഇൻട്രസ്റ്റ് എക്സ്പെക്ടേഷൻസ് കൂടി എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കുക? പ്രൊജക്ട്സിന്റെ പേ ബാക്ക് പീരീഡ് എന്ത് സംഭവിക്കുക? കൂടും അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ച് വരുമ്പോൾ നമുക്ക് വരുന്ന പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് കുറയും അല്ലെ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ, പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞ സംഭവം, പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ പറയുന്ന സംഭവം എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അതിന്റെ വാല്യൂ കുറയും. കാരണം ഡിസ്കൗണ്ട് ഇപ്പോൾ വെച്ച് ഞാൻ ആദ്യം 100,000 ഡിവൈഡ് ബൈ 12% കിട്ടുന്ന വിചാരിക്കാം. എനിക്ക് കിട്ടുന്ന വാല്യൂ 83, ഈ വാല്യൂ ആയിരിക്കും 83,333 ആയിരിക്കും. അറ്റ് സെയിം ടൈം ഈ എടുക്കുന്ന വാല്യൂ 12 പകരം ഞാനൊരു 15 എടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? വാല്യൂ കുറയല്ലേ ചെയ്യാം. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് നിങ്ങളുടെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഓട്ടോമാറ്റിക്കലി കുറയും. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട്സിന് എല്ലാത്തിനും അൺഫേവർ എഫക്റ്റ് ആയിരിക്കും വരിക. കാരണം NPV നമ്മുടെ കുറയും, പ്രോഫിറ്റബിൾ ഇൻഡെക്സ് കുറയും, എല്ലാ ഇതിന്റെയും ന്യൂമറേറ്റർ വരുന്ന ഫാക്ടർ, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് എന്നുള്ള വാല്യൂ നമ്മുടെ കുറയും. അത് അഡ്വേഴ്സ്ലിയായിരിക്കും പ്രൊജക്റ്റിനെ എഫക്ട് ചെയ്യാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലോ, നമ്മൾ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 12%, ഗോയിങ് ഫർദർ ഇൻട്രസ്റ്റ് ഒരു 8% കുറഞ്ഞെന്ന് വിചാരിക്കാം. നമുക്കത് പോസിറ്റീവ് ആയിരിക്കും എഫക്ട് ചെയ്യും. നമ്മുടെ എല്ലാ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിന്റെ വാല്യൂ കൂടുതലായിരിക്കും ചെയ്യും, ബിക്കോസ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെൻസിറ്റീവ്. അപ്പോൾ മെയിൻലി സെൻസിറ്റിവിറ്റി അനാലിസിസ് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അനാലിസിസ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളതായിരിക്കും. ഓക്കെ, നോട്ട് ഓൺലി ദിസ്, അത് വേറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസിങ്ങോ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഹൈയാണ്. ക്ലിയർ? ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. സോ അപ്പോൾ അഗെയിൻ സെക്ഷൻ ഇയിൽ വേറെ ഡിലീഷൻസ് ഒന്നുമില്ല. ഇത്രയാണ് മേജർ ചേഞ്ചസ് സെക്ഷൻ ഇയിൽ വന്നിട്ടുള്ളത്. Is it clear? Shall we move to next topic? Can you confirm if it's clear? Please message yes on the chat box. Okay, great. So we'll move to the next topic, section F. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ സെക്ഷൻ F ആണ്, അതിൽ പാർട്ട് 2. So we are talking about the additions, then we'll discuss the deletions also. So additions വന്നിട്ടുള്ളത് മെയിൻ ആയിട്ടും ടൈപ്സ് ഓഫ് ബിസിനസ് ഫ്രോഡ്സ് നമുക്ക് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ബിസിനസ് ഫ്രോഡ്സ്? കുറേ അധികം, ഓൾമോസ്റ്റ് ഒരു 6 ടൈപ്സ് ഓഫ് ബിസിനസ് ഫ്രോഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു 6 ടോപ്പിക്സ് ആണ് മെയിൻലി ഇതിനകത്ത് വന്നിട്ടുള്ള സെക്ഷൻ F1 വന്നിട്ടുള്ള മേജർ ചേഞ്ചസ്. ഈ 6 ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് അസെറ്റ് മിസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോ അസെറ്റ് മിസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കേസസ് നമുക്ക് നോർമലി നിങ്ങളൊരു SME കമ്പനീസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ SME കമ്പനീസിന്റെ ഒക്കെ ലൈക്ക് ജസ്റ്റ് ഒരു ടാക്സ് അക്കൗണ്ടിങ് പർപ്പസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. SME കമ്പനികളൊക്കെയാണ് നമ്മൾ അത്ര പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പോസ്റ്റ് ജസ്റ്റ് ഡയറക്ട്ലി വിൽ ബി റൈറ്റിംഗ് ഓഫ് ദ അസെറ്റ്. ലെറ്റ്സ് സേ വിൽ ബി ഡെബിറ്റിംഗ് ദ ഡിപ്രീസിയേഷൻ ആൻഡ് ഡയറക്ട്ലി ക്രെഡിറ്റിംഗ് ദ അസെറ്റ്. ഇങ്ങനെ ഇരിക്കും നിങ്ങൾ സ്കൂളിലൊക്കെ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഈ എൻട്രി ആയിരിക്കും പഠിച്ച് കാണാം. ബേസിക് ഒരു SME കമ്പനികൾക്ക്, ചെറിയൊരു കൊച്ചു സ്ഥാപനത്തെ സംബന്ധിച്ച് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻട്രി ആയിരിക്കും പോസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങളെ പോസ്റ്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഒരു എൻട്രി ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വരാൻ പോകുന്ന റിസ്ക് എലമെന്റ് എവിടെ ഇരിക്കുന്നത്? എന്ത് റിസ്ക് എലമെന്റ് ആയിരിക്കും അതിനകത്തുള്ളത്? ലെറ്റ്സ് ജസ്റ്റ് ഇമാജിൻ ഒരു 25,000, ജസ്റ്റ് ഇമാജിൻ 2020 $25,000 ഞാൻ ഒരു കാറ് വാങ്ങിയെന്ന് വിചാരിക്കാം. ഓക്കെ, കാറ് വാങ്ങിയെന്ന് വിചാരിക്കാം. ഐ ഫോളോയിങ് സ്ട്രേറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ മെത്തേഡ്. അല്ലെങ്കിൽ ഇവിടെ ലാപ്ടോപ്പ് വാങ്ങിയെന്ന് വിചാരിക്കും. ഒരു $4,000 ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു 2020. എൻ്റെ ഡിസൈഡ് ഈ ലാപ്ടോപ്പ് ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഇത് വർക്ക് ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനിൽ 2021 ഞാൻ എന്ത് ചെയ്തു, $1,000 ഡിപ്രീസിയേഷൻ ആയി ഡയറക്ട്ലി അസറ്റിലേക്ക് ചാർജ് ചെയ്തു. റിപ്പീറ്റ് ചെയ്യാണ്, 2020 ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു $4,000. ഓക്കെ,
സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ അസറ്റിന് 2021 I have to post a depreciation entry. ഞാൻ ഈ എൻട്രി പോസ്റ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു വിചാരിക്കും. ഓക്കെ, അപ്പോൾ 2021 $1,000 I'm charging as a depreciation. Okay, $1,000 depreciation charge. So now in 2022, again another depreciation I'm charging. 2023, another depreciation I'm charging. So now what is the book value on my balance sheet? What is the book value for this laptop? Can you respond me? 2020, $4,000 I bought a laptop. Every next 3 years I charge 1,000. I'm following straight line depreciation method. So every year I'm charging $1,000 towards depreciation. So by 2024 beginning, what will be the book value on my balance sheet with this with result to the same asset? Someone can message me on that, the value. I appreciate. What will be the value? So first year it is $4,000, right? So when you charge depreciation with this particular entry, so you're crediting the asset every year. So it's obviously it's having a debit balance. So every year $1,000 you are charging, you're debiting $1,000 every year, crediting $1,000 from this asset every year. So automatically this value on 2021 becomes $3,000. By next year this value turned to $2,000. By next year this value turned to $1,000. So 2023 until the book value on the asset is just $1,000. You getting my point? Is it clear for you? Till this point is clear? Please confirm on the chat box, everyone. I highly appreciate if you can guys respond me on the chat box. Okay, so thing is 2024, this value will be just $1,000. Now the point here is in 2024, if I do the same entry again, okay, if I'm doing the same entry again on my books of accounts, $1,000 in entry post depreciation, what will be the value on the balance sheet? This particular laptop balance sheet value എന്തായിരിക്കും? How much of the value should be? Again, I'm trying to see depreciation entry. 2024 closing year 31st December 2024 എത്രയായിരിക്കും ബാലൻസ് ഷീറ്റ് ലാപ്ടോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ഒബ്വിയസ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി 0 അല്ലേ? കാരണം $1,000 കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്, വീണ്ടും 1000 ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി ബാലൻസ് ഷീറ്റിൽ ഈ പെർട്ടിക്കുലർ അസറ്റിന് വരാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഗിവ് മൈ പോയിന്റ്. 0 ആയതുകൊണ്ട് തന്നെ ഈ കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റ് ഉണ്ടാവില്ല. സോ നമുക്ക് എന്ത് ഫ്രോഡ് ഇവിടെ ചെയ്യാൻ പറ്റും? കമ്പനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ആ ബാലൻസ് ഷീറ്റിൽ ഈ ലാപ്ടോപ്പ് ഇല്ലേ ഇപ്പോൾ, ബിക്കോസ് വി ഹാവ് ചാർജ് ഡിപ്രീസിയേഷൻ ഫോർ 4 years. സോ വാല്യൂ 4,000 0 ആയിട്ട് മാറി. Now you think about what fraud we can do over here. ഈ ലാപ്ടോപ്പ് സപ്പോസ് ഞാനാണ് അക്കൗണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഞാൻ എൻ്റെ അക്കൗണ്ട്, ഞാൻ ഈ ലാപ്ടോപ്പിന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഇതാരറിയാം? ബാലൻസ് ഷീറ്റിലില്ല. സോ നോ അസെറ്റ്സ് അല്ലേ? സോ സിംപ്ലി ദ പീപ്പിൾ ക്യാൻ ടേക്ക് ഓഫ് ദിസ് ടു ദെയർ ഹോം. ആരും ചോദിക്കില്ല, ബിക്കോസ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഇല്ല അല്ലേ? അപ്പോൾ ഇതൊരു വലിയൊരു ഫ്രോഡ് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റിയാണ്. ഒരു അസറ്റിനെ നമ്മൾ ഡിപ്രീസിയേഷൻ വെച്ച് ഡയറക്ട്ലി ചെയ്ത് കഴിഞ്ഞാൽ, അസറ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഡയറക്ട്ലി അസറ്റിന്റെ വാല്യൂ ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സെർട്ടൻ പോയിന്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ അസറ്റിന്റെ പേര് സംഭവിച്ചാൽ ആരും ചോദിക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ദർ ഓൺ യുവർ ബാലൻസ് ഷീറ്റ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അസറ്റ് രജിസ്റ്റർ അമെൻഡ് ചെയ്യാം, ആൾട്ടർ ചെയ്യാം. ഓക്കെ, സോ ടെക്നിക്കലി ഹ്യൂജ് റിസ്ക് എലമെന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ അല്ലേ? അപ്പൊ അസറ്റിന് നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് ബാലൻസ് ഷീറ്റിൽ മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. അപ്പൊ നോർമലി ഇങ്ങനെ നമ്മൾ ഒരിക്കലും വലിയ കമ്പനികൾ ഒരിക്കലും ഇങ്ങനെ എൻട്രി പോസ്റ്റ് ചെയ്യില്ല. ദിസ് ഇസ് നോട്ട് അലൗഡ്. ഇത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് അലൗഡ്. ചെറിയ കമ്പനികൾക്ക് ടാക്സ് അക്കൗണ്ടിന് വേണ്ടി മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. വലിയ കമ്പനികൾ ഒരിക്കലും ഈ രീതിയിൽ ചെയ്യില്ല. ദിൽ ബി ഡൂയിങ് എൻ എൻട്രി ലൈക്ക് ദിസ്. Professional way of accounting depreciation, like debit, depreciation expense, credit, provision for depreciation. ഇതായിരിക്കും പോസ്റ്റ് ചെയ്യുക. ഒരിക്കലും മറ്റേ എൻട്രി അസറ്റിലേക്ക് ഡയറക്ട്ലി ഇങ്ങനത്തെ എൻട്രീസ് ഡയറക്ട്ലി പോസ്റ്റ് ചെയ്യുക, ബിക്കോസ് അത് ഒരു വലിയൊരു അസറ്റ് മിസ്അപ്രോപ്രിയേഷന് ഒരു വഴിയൊരുക്കുന്ന കാര്യമാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് വി ഡു ഇസ് ലൈക്ക് വി ഡു entry like this: debit depreciation, credit provision for depreciation.
ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവിഷൻ ഫോർ അസറ്റിന്റെ വാല്യൂ നമ്മൾ വാങ്ങിച്ച $4000 ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. അതിന് സബ് ലെഡ്ജർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ അസറ്റ് ശരിക്കും ഇപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ $4000 അസറ്റ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്ത് ഉണ്ടാവും, നമുക്ക് ഈ അസറ്റ് ഒരു സെർട്ടൻ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അസറ്റ് നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആയിരിക്കും നമ്മൾ അസറ്റ് വിൽക്കുക. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അസറ്റ് വിൽക്കുകയാണ്. വിറ്റിങ് എന്തായിരിക്കും എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുക. ലെറ്റ്സ് ഞാൻ ഒരു 3 ഇയേഴ്സിന് ശേഷം ഒരു $300 ഈ അസറ്റ് ഞാൻ സെല് ചെയ്തു, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ 4 വർഷം കൊണ്ട് ഫുള്ളി ഡിക്ലൈൻഡ് ആയിട്ട് 0 ആയി പോകും. എൻ്റെ അതനുസരിച്ച് വാല്യൂ 4 വർഷം ഞാൻ $1000, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ $4000 വാല്യൂ വന്നു വിചാരിക്കാം. ഓക്കെ, സോ ഞാൻ 4 വർഷം കഴിഞ്ഞിട്ട് ഈ അസറ്റ് വിൽക്കുമ്പോൾ എനിക്കൊരു $300 ക്യാഷ് കിട്ടി വിറ്റപ്പോൾ. ഞാൻ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട്. എത്രയാ, $300. ആൻഡ് ഐ ബി ഡെബിറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഞാൻ ഡെബിറ്റ് ചെയ്യും. എത്രയാണ്, $4000 ഞാൻ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു, $4000 അത് ക്ലെയിം ചെയ്തു. സോ ഡെബിറ്റ് ക്യാഷ് 400, ഡെബിറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 4000 പോസ്റ്റ് ചെയ്യും. അപ്പോൾ 4000 ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഇമ്പാക്ട് വരുന്നത്, ഈ ക്രെഡിറ്റ് ഫോർ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉള്ള ഈ ഒരു പോർഷൻ, ഈ ഒരു വാല്യൂ, ഈ വാല്യൂ നേരെ റിവേഴ്സൽ എൻട്രി വരുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ബിക്കം 0 ആയിരിക്കും, ഈ ലെഡ്ജർ 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് 300 കിട്ടി. ദെൻ ആ കിട്ടിയ കാശിന് അക്കൗണ്ട് ചെയ്യുന്നു. ഡെബിറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഞാൻ പോസ്റ്റ് ചെയ്യും $4000. നൗ വാട്ട് ഐ പോസ്റ്റ് ഈസ് ലൈക്ക് ക്രെഡിറ്റ് ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലാപ്ടോപ്പ് $300. ഇപ്പൊ എനിക്കിതൊരു ഗെയിൻ കിട്ടിയ അക്കൗണ്ടിങ്ങൾ വന്നു. ശരിക്കും ഈ ഗെയിൻ നേരത്തെ എന്ന കേസിൽ വന്നിട്ടില്ല. ഇവിടെ എന്ത് ചെയ്തു, ഞാൻ അത് വിറ്റപ്പോൾ അതായത് എന്റെ ബുക്ക് വാല്യൂ 0 ആയ അസറ്റ് ഞാൻ വിൽക്കുമ്പോൾ ഗെയിൻ വന്നു അല്ലേ. $300 വിറ്റ് $300 ഗെയിൻ ആണ്. സോ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലാപ്ടോപ്പ് ഞാൻ പോസ്റ്റ് ചെയ്തു. സെയിം ടൈം ക്രെഡിറ്റ് ലാപ്ടോപ്പ് അക്കൗണ്ട് ഞാൻ ചെയ്തു. ലാപ്ടോപ്പിന്റെ വാല്യൂ 0 ആയി. $4000 വാങ്ങിയ ലാപ്ടോപ്പ് ഈ എൻട്രി വരുമ്പോൾ ലാപ്ടോപ്പിന്റെ വാല്യൂ 0 ആവുന്നു. ക്രിയേറ്റ് ചെയ്ത ഓരോ വർഷം 1000 വെച്ച് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. 4 വർഷം കഴിയുമ്പോൾ പ്രൊവിഷൻ വാല്യൂ ബിക്കം 0. ക്യാഷ് അക്കൗണ്ട് 300 വന്നു. ഗെയിൻ ആയിട്ട് അതിനെ ട്രീറ്റ് ആയി. ക്ലിയർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ വേയിൽ ഒരു അസറ്റിനെ അക്കൗണ്ട് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്ട്ലി എൻട്രി ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെർട്ടൻ പോയിന്റ് കഴിയുമ്പോൾ അത് മിസ്അപ്രോപ്രിയേഷൻ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, സോ ഈ കേസിൽ ഇങ്ങനെയും വരാം. ചിലപ്പോൾ $4200 അസറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവുക, $4050 ലാപ്ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക. 4 കൊല്ലം കഴിയുമ്പോൾ ലാപ്ടോപ്പിന്റെ വാല്യൂ ഒരു $50 ആണ്. ഓക്കെ, പക്ഷെ ഞാൻ അത് വിറ്റ് കഴിഞ്ഞ് എനിക്ക് 300-400 കിട്ടുമെന്ന് വിചാരിക്കാം. എനിക്കവിടെ ഇങ്ങനെയും ചെയ്യാം. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കമ്പനി അക്കൗണ്ടിലേക്ക് ഒരു $50 അയക്കുന്നു. എന്നിട്ട് ആ എൻട്രി ഇവിടെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാവാം. എന്ത്, ഡെബിറ്റ് ക്യാഷ്, ഞാൻ $50 കമ്പനി അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ക്രെഡിറ്റ് ലാപ്ടോപ്പ് $50 ലാപ്ടോപ്പിന് ഇപ്പോഴുള്ള ആ $50 ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഉള്ളൂ. അതും ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ട് വാല്യൂ കുറച്ചു. സോ ബാലൻസ് ഷീറ്റിന് അസറ്റ് പോയി, കമ്പനിക്ക് ഒരു $50 ക്യാഷ് വന്നു. ഇവിടെ ലാഭം ആർക്കാണ്, എനിക്കാണ്. $300 ലാപ്ടോപ്പ് ഞാൻ ഒരു $50 ഒരു എൻട്രി ഇട്ട് മേടിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിസ്അപ്രോപ്രിയേഷൻ പോസിബിലിറ്റി ഹൈ ആണ്. അപ്പോൾ ഇതാണ് ഒരു വൺ ഓഫ് ദ മേജർ ബിസിനസ് ഫ്രോഡ്. ഇഫ് യു ആർ നോട്ട് യൂസിങ് പ്രോപ്പർ അക്കൗണ്ടിങ്, പ്രോപ്പർ ഇത് മാപ്പിംഗ് നമ്മൾ ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ഫിക്സ്ഡ് അസറ്റ് രജിസ്റ്റർ ഒന്നും കീപ്പ് ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് വരാൻ പോകുന്ന ഒരു മേജർ ബിസിനസ് ഫ്രോഡ് ആണ് അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ. ഇത് എങ്ങനെ റിമെൻഡി മെഷേഴ്സ് എന്താണ്? ഒന്ന്, വി ക്യാൻ സേ ദാറ്റ് നമ്മൾ അസറ്റിന് ഒരിക്കലും ഡയറക്റ്റ് ഡിപ്രീസിയേഷൻസ് അമോർട്ടൈസേഷൻ ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് വി ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ. ഓൺലി പ്രൊവിഷനിങ് ചെയ്യാൻ പാടില്ല, ഡയറക്റ്റ്ലി അസറ്റിലേക്ക് എൻട്രി വരാൻ പാടില്ല. Second thing, we should use a proper fixed asset register and make a fixed asset audit every periodically. നമ്മൾ ഫിക്സ്ഡ് അസറ്റ് ഓഡിറ്റും ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞ് ഒരിക്കലും ഈ അസറ്റ് സെപ്പറേഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവില്ല. Clear? Now next is about the manipulation of financial statement. You know it very well. End of every financial period നമ്മൾ ഒത്തിരി എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അക്രൂവൽ ആയിട്ടും ഡെഫറൽ ആയിട്ടും അലോക്കേഷൻസ് ആയിട്ടും ലൈക്ക് റവന്യൂ റെക്കഗ്നീഷൻസ്, പല കാര്യങ്ങളും നമ്മൾ പല ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എൻട്രീസും നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡൊമെയിൻ, ഒരു പെർട്ടിക്കുലർ വിഷനിൽ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓവർ സ്റ്റേറ്റിംഗ് പ്രോഫിറ്റോ അണ്ടർ സ്റ്റേറ്റിംഗ് പ്രോഫിറ്റ്സോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലെറ്റ്സ് ഈ കമ്പനിയുടെ ഷെയർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പേഴ്സണൽ ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ പീരീഡിൽ, ഈ റിപ്പോർട്ടിംഗ് പീരീഡിൽ പ്രോഫിറ്റ്സ് കൂട്ടി കാണിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. ഷെയറിന്റെ പ്രൈസ് താഴെ മുകളിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഷെയർ വിൽക്കുന്നു. അപ്പോൾ ആ പ്രോഫിറ്റ് കൂടി കാണിച്ച് അടുത്ത പീരീഡ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ അടുത്ത പീരീഡ് പ്രോഫിറ്റ്സ് കുറയും. അപ്പോൾ ഞാൻ ഷെയർ വീണ്ടും മേടിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ലൈക്ക് നമുക്ക്, ബിക്കോസ് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ആർ ഹിയർ. നമ്മൾ അക്കൗണ്ടന്റ് ആയ നമ്മളാണ് എന്ത് ചെയ്യുന്നത്, കമ്പനിക്ക് അകത്ത് എക്സ്പെൻസ് അക്രൂവൽ ചെയ്യുന്നത്. നമ്മൾ എക്സ്പെൻസ് അക്രൂ ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യാണ് കുറച്ച് അധികം എക്സ്പെൻസ് അക്രൂ ചെയ്യേണ്ട, കുറച്ച് അക്രൂ ചെയ്യുന്ന വിചാരിച്ച് പ്രോഫിറ്റ് കൂടും, എക്സ്പെൻസ് കുറയും, പ്രോഫിറ്റ് കൂടും. അക്രൂവൽ കൂട്ടി കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് കുറയും അല്ലേ, അക്രൂവൽ പ്രോഫിറ്റ്സ്, എക്സ്പെൻസ് കുറയും, പ്രോഫിറ്റ്സ് കുറയും.
ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസ് അപ്പോൾ നമുക്ക് അക്രൂവലും ഡെഫറലും ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലേക്കും എന്ത് ചെയ്യാം. വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ ടു മാനിപ്പുലേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് പേഴ്സണൽ ഗെയിനിന് വേണ്ടി നമുക്കത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് അവർ പ്രൊഫഷണൽ എത്തിക്സ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ഇൻവെന്ററി തെഫ്റ്റ് ചില കേസിലൊക്കെ ചില കമ്പനികളിൽ നിന്ന് ക്യാഷും ബാങ്കിൽ നിന്ന് പേയ്മെന്റ്സും ലൈക്ക് ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞ ചില സമയത്തൊക്കെ പേയ്മെന്റ്സ് ഒക്കെ ചില ക്ലയൻസിന്റെ അക്കൗണ്ടിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്യാഷും ഇൻവെന്ററീസ് ഒക്കെ തെഫ്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഹൈ ആണ്. സോ വി ഹാവ് ടു മേക്ക് പ്രോപ്പർ അസറ്റ് രജിസ്റ്റർ, പ്രോപ്പർ ക്യാഷ് റീകൺസിലേഷൻസ്, പ്രോപ്പറായിട്ട് പീരിയോഡിക്കലായിട്ട് ഇതിന്റെ സൊല്യൂഷൻ എന്താ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? പ്രോപ്പറായിട്ട് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് പ്രോപ്പറാക്കി ഹെൽത്തി ആക്കി സ്ട്രോങ് ആക്കി വെക്കുക. സോ ഇപ്പം ഇങ്ങനത്തെ മാനിപ്പുലേഷൻസ് എൻട്രീസ് എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രോപ്പർ GL റീകൺസിലേഷൻസും കുറെ അക്കൗണ്ടിങ് ടൂൾസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ റെമഡിയൽ മെഷേഴ്സ് ആയിട്ട്. അപ്പോൾ ആ ടൂൾസ് ഒക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വി ക്യാൻ എന്താ പറയുക, ബിസിനസ് ഫ്രോഡ് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ക്യാഷ് ആൻഡ് ഇൻവെന്ററി തെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റും? പ്രോപ്പർ സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യുക, സ്റ്റോക്ക് ഓഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രോപ്പർ എന്താ പറയുക, ക്യാഷ് ആണെങ്കിലും ഇൻവെന്ററി ആണെങ്കിലും അതിന് പ്രോപ്പർ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വല്ല സോഫ്റ്റ്വെയറിനെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അടുത്താണ് പേറോൾ ഫ്രോഡ്. പേറോൾ ഫ്രോഡ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഫ്രോഡാണ് പേറോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എംപ്ലോയിയുടെ, അതായത് കമ്പനി എക്സ്പെൻസ് എഴുതള്ളാൻ വേണ്ടി ചെയ്യുന്ന കുറേ മെത്തേഡാണ്. കമ്പനി റിസൈൻ ചെയ്ത് പോയ എംപ്ലോയീസോ അല്ലെങ്കിൽ ഇല്ലാത്ത എംപ്ലോയീസിനോ പേറോൾ ചുമ്മാ റൺ ചെയ്യുക. ജസ്റ്റ് കമ്പനിക്ക് എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ചെയ്യുന്ന കുറേ മെക്കാനിസംസ് ആണ്. ഓക്കെ, അതായത് ലെറ്റ്സ് ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് കമ്പനിക്ക് ഉണ്ട്. മാർട്ടിന്റെ ശമ്പളം $15,000 ആയിരിക്കും. പക്ഷെ കമ്പനി ഇയാൾക്ക് $35,000 ശമ്പളം അയച്ചു കൊടുത്തിട്ട് 20K നമ്മൾ മാനേജ്മെന്റ് സെപ്പറേറ്റ് ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി, സ്റ്റിൽ മാർട്ടിന്റെ പേരിൽ സാലറി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കമ്പനി ടു എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ മാർട്ടിന്റെ ലൈക്ക് അങ്ങനെ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളെ കമ്പനിക്ക് അത് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ CEO അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ പേരിലും അവരുടെ സ്പൗസിന്റെ പേരിലും സിബ്ലിങ്സിന്റെ പേരിലും പല പേരിലൊക്കെ സാലറി കമ്പനിയിൽ നിന്ന് എഴുതിയെടുക്കുന്നു. അപ്പോൾ ശരിക്കും അവർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇല്ലെങ്കിലും സ്റ്റിൽ പേറോൾ എന്ന രീതിയിലേക്ക് പൈസ എടുക്കുന്നുണ്ടാവും. അങ്ങനത്തെയൊക്കെ ചെയ്യുന്നതാണ് പേറോൾ ഫ്രോഡ്സ് എന്ന് പറയുന്നത്. ഫേക്ക് സപ്ലൈസ് ആണ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഫേക്ക് സപ്ലൈസ്, അതായത് ഫേക്ക് സപ്ലൈസും ഫേക്ക് കസ്റ്റമേഴ്സും കമ്പനിക്ക് ഉണ്ടാവും. ഓക്കെ, ഫേക്ക് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ക്രാപ്പ് ഡീലിലാണ് ഫേക്ക് കസ്റ്റമേഴ്സ് വരുന്നത്. ഓക്കെ, അത് കമ്പനിക്ക് എല്ലാ മാസവും ഒരു 200K സ്ക്രാപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സംടൈംസ് വാട്ട് കമ്പനി ഈസ് ഡൂയിങ് ഈസ് ഇവർ 200K സ്ക്രാപ്പ് എല്ലാ മാസവും ഉണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യുന്നു, ഇതൊരു കസ്റ്റമറിനെ അങ്ങ് ബില്ല് ചെയ്യും. ഓക്കെ, അവർക്ക് സ്ക്രാപ്പ് എടുക്കുന്ന ഒരു കസ്റ്റമർ അവർക്ക് ഉണ്ട്, അവരുടെ സ്ക്രാപ്പ് മൊത്തം എടുക്കുന്നത്. അപ്പോൾ ശരിക്കും മാർക്കറ്റ് വാല്യൂ 200,000 സ്ക്രാപ്പ് ആയിരിക്കും. പക്ഷേ ഈ കസ്റ്റമർ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 25K ആയിരിക്കും ആക്ച്വൽ ഇൻവോയ്സ് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. സ്ക്രാപ്പ് ആയതുകൊണ്ട് അങ്ങനെ വലിയ ഹൈ ലെവൽ അക്കൗണ്ടിങ് ഓഡിറ്റ് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇറ്റ്സ് വെരി കോമൺ ഇൻ ദ ഇൻഡസ്ട്രി. സ്ക്രാപ്പ് ഒക്കെ 25,000 വിത്ത് ബില്ലും ബാക്കി വിത്തൗട്ട് ബില്ലും ആയിട്ട് കസ്റ്റമറിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സപ്ലയറിന് ഇവർക്ക് കമ്പനിക്ക് കൊടുക്കുക. അപ്പോൾ കമ്പനിക്ക് ആക്ച്വലി ഒരു 175,000 ഇപ്പോൾ 25K ആണ്, 2 lakh വർത്ത് ആയിട്ടുള്ള സ്ക്രാപ്പ് 25,000 കൊടുത്തു. എന്നിട്ട് ബാക്കി ക്യാഷും അതായത് ആൾക്കാർക്ക് ക്യാഷ് ആയിട്ട് ഒരു ഫ്രോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് 175K റവന്യൂ വരേണ്ട പോവല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ വേറെ വരുന്ന ആക്ടിവിറ്റീസ് ആണ് കമ്പനി എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പെൻസ് കൂട്ടി കാണിക്കാനായിട്ട് കമ്പനി എന്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇല്ലാത്തൊരു സപ്ലയറിനെ അവർ ഉണ്ടെന്ന് കാണിക്കും. കമ്പനിക്ക് കമ്പനി ഒരു സിമെന്റ് ലൈക്ക് ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് സോപ്പിന് കുറേ റോ മെറ്റീരിയൽസ് വേണ്ടി, റോ മെറ്റീരിയൽ 1, റോ മെറ്റീരിയൽ 2, അങ്ങനെ അതിന് കുറേ വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. വെൻഡർ 1, 2, 3, 4 അങ്ങനെ കുറേ വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിന് 1-2 വെൻഡേഴ്സ് ഫേക്ക് വെൻഡേഴ്സ് ആയിരിക്കും. അവർ ശരിക്കും സാധനങ്ങളും സപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ചുമ്മാ ഒരു ഇൻവോയ്സ് അയക്കും. അപ്പോൾ ഇൻവോയ്സ് അയച്ചിട്ട് കമ്പനി അത് അപ്രൂവ് ചെയ്ത് പൈസയും കൊടുക്കും. ആ പൈസ വേറെ റൂട്ട് ത്രൂ ഇതേ സപ്ലയേഴ്സിന് ഇതേ മാനേജ്മെന്റിന്റെ കയ്യിലേക്ക് എത്തും. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊക്കെ ഭയങ്കര ബിസിനസ് ഫ്രോഡ്സ് ആണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആസ് എ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂട്ടു നിൽക്കാനും പാടില്ല. ഓക്കെ, സോ വി ഷുഡ് ബി പ്രൊഫഷണൽ ഓൺ വിത്ത് അവർ ക്ലയൻസ്. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ട് റിസീവബിൾ ഫ്രോഡ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, ഒരു കസ്റ്റമറിന് 2 ലക്ഷം സാധനങ്ങൾ വിൽക്കുന്നു, പക്ഷെ അതിന് ബില്ലിൽ 27 കാണത്തുള്ളൂ, ബാക്കി എമൗണ്ട് ക്യാഷ് ആയിട്ട് കസ്റ്റമർ എടുത്ത് വാങ്ങിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഡ്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് ബിസിനസ് ഫ്രോഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്സ്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉള്ള ടോപ്പിക്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് ഓൺ ചാറ്റ് ബോക്സ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? If it is clear, just message me yes. If it is not clear, just type your doubt on the chat box.
Okay. So now we are moving to the next chapter. Section F2 actually വേറെ ചേഞ്ചസ് ഒന്നുമില്ല. Then നമുക്ക് E3 എത്തിക്കൽ കൺസിഡറേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ അത് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ എത്തിക്സിൽ കുറച്ച് ഏരിയാസ് ആണ് മേജർ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡാറ്റ എത്തിക്സ് നമുക്കിത് പാർട്ട് 1 കൂടുതൽ പഠിക്കാനുണ്ട്. ഡാറ്റ അനലിറ്റിക്സും അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ മെയിൻലി ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എത്തിക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. സോ ഡാറ്റ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്, ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ പബ്ലിക്കിന് ഇടുന്ന കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കോണ്ടെക്സ്റ്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കോണ്ടെക്സ്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ 100 രൂപയ്ക്ക് സാധനം വാങ്ങി എല്ലാവർക്കും ഒരു പേരും ഇമെയിലും ഫോൺ നമ്പറും എഴുതിയിട്ട് ഒരു ബോക്സിലിടാം. അപ്പോൾ അതിനകത്ത് നറുക്കെടുത്ത ഒരാൾക്ക് ഒരു സമ്മാനം കിട്ടുന്നു. അപ്പോൾ ടെക്നിക്കലി നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പേരും ഇമെയിലും ഫോൺ നമ്പറും നമ്മൾ വാങ്ങിക്കുകയാണ്. ഓക്കെ, അവർ നമുക്ക് തരികയാണ്, നമ്മളെ വിശ്വസിച്ച് ആസ് എ ബിസിനസ് ഓണേഴ്സ് നമ്മളെ വിശ്വസിച്ച് ദേ ആർ ഗിവിങ് ഓൾ ദർ ഇൻഫർമേഷൻ ടു അസ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യപ്പെടുകയെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഡാറ്റ ഏതെങ്കിലും ഏജൻസിക്ക് സെല്ല് ചെയ്യലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് സെല്ല് ചെയ്യോ എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഒരു ഡാറ്റ എത്തിക്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കുറേ ഇൻഫർമേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ ഇൻഫർമേഷൻസ് ഈസ് കോൺഫിഡൻഷ്യൽ ടു ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ അതൊരു കാരണവശാലും പബ്ലിക്കിലേക്ക് അവൈലബിൾ ആവാനോ പുറത്തു പോകാനോ പാടില്ല, അല്ലേ? അല്ലെങ്കിൽ ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ ആധാർ ഡാറ്റ ലീക്ക് ആയിട്ട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെ കുറേ ന്യൂസ് നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സിന്റെ യൂസേഴ്സിന്റെ ഡാറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡാറ്റ ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടാൻ പാടില്ല വിതൗട്ട് ദെയർ കൺസെന്റ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻലി ടോപ്പിക്കിൽ വരുന്ന ടോപ്പ് പോയിന്റ്സ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഡാറ്റ ഉപയോഗിക്കേണ്ടത് ഫെയർ ആൻഡ് ട്രൂ ആൻഡ് ഫെയർ എന്നുള്ള ഒരു നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളെപ്പോഴും ഡാറ്റ ഉപയോഗിക്കേണ്ടത് ഒരു പോസിറ്റീവ് കാര്യങ്ങൾക്കായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു, നമ്മൾ ഉപയോഗിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ വെൽബീയിങ്ങിനാണ്. ഫോർ എക്സാമ്പിൾ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കാനൊക്കെയാണെങ്കിൽ ഓക്കെ, ഇറ്റ് മേക്ക് സെൻസ്. ബട്ട് നമ്മളതൊരു ഡാറ്റ സെല്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. എനിക്ക് അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ഐ ക്യാൻ സേ നിങ്ങളൊരു സൈറ്റിൽ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാലും നിങ്ങളുടെ IP ആ വെബ്സൈറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ ഏത് കമ്പനികളുടെ വെബ്സൈറ്റിൽ ഏത് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും ആ വെബ്സൈറ്റിന്റെ ഓണറിന് നിങ്ങളുടെ IP അഡ്രസ്സ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈലോ ലാപ്പോ എന്തോ ആയിക്കോട്ടെ അതിന്റെ IP അഡ്രസ്സ് അവർക്ക് കാണാൻ പറ്റും. ഈ IP അഡ്രസ്സ് വെച്ചിട്ട് ഇഫ് റിക്വയർഡ് ദേ ക്യാൻ റീടാർഗറ്റ് യു. റീടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഇൻഫർമേഷൻസ് അവർക്ക് അയക്കാൻ പറ്റും ഇൻഡയറക്ട്ലി. ഓക്കെ, അപ്പോൾ നമ്മളൊരു വിത്ത് എ ഗുഡ് ഫെയ്ത്ത് നമ്മളൊരു വെബ്സൈറ്റിൽ കയറുന്ന നമ്മൾ കയറുന്ന എന്ത് ഫെയ്ത്തിലാണ്? അവർ നമ്മുടെ ഡാറ്റ മിസ്യൂസ് ചെയ്യപ്പെടില്ല എന്നുള്ള സെൻസിലൊക്കെ കയറുന്നുണ്ടാവാം. ബട്ട് അവർ നമ്മുടെ ഡാറ്റ നമ്മുടെ IP അഡ്രസ് അവർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ റീടാർഗറ്റ് ചെയ്യും. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ചുമ്മാ ഗൂഗിളിലെ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഏത് നിങ്ങൾ ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഐഫോണിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാവും പല വെൻഡേഴ്സിന്റെയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യുൽ ഗെറ്റ് ഗൂഗിൾ ആഡ്, ഡിസ്പ്ലേ ആഡ്സ് ഒക്കെ കാണുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്തെങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ മിനിഞ്ഞാന്ന് സെർച്ച് ചെയ്ത ഐഫോൺ നിങ്ങൾ എവിടെ നോക്കിയാൽ പിന്നെ ഐഫോണിന്റെ പരസ്യമായിരിക്കും. എങ്ങനെ കാണുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെക്നിക്കലി അത് ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന കാര്യമാണ്. നിങ്ങളുടെ IP അഡ്രസ്സ് അവർക്ക് അറിയാം. ഇന്ന വ്യക്തി ഇന്ന IP അഡ്രസ്സിലുള്ള ഇന്ന വ്യക്തി, നിങ്ങളുടെ പേര് ഇമെയിലൊന്നും അവർക്ക് അറിയില്ല. ദേ ഡോണ്ട് നോ. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ചുമ്മാ സെർച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ബട്ട് ദേ ഡോണ്ട് നോ യുവർ ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ ഒന്നും അവർക്ക് അറിയില്ല. ഓക്കെ, ജസ്റ്റ് അറിയാം നിങ്ങളുടെ IP അഡ്രസ്സ് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ IP അഡ്രസ്സ് വെച്ച് അവർ റീടാർഗറ്റ് ചെയ്യണം നിങ്ങളെ അഡ്വർടൈസ്മെന്റ് പർപ്പസിന്. അപ്പോൾ ഇവിടെ ഡാറ്റ എത്തിക്സ് 2 പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ IP അഡ്രസ്സ് ആ കമ്പനി തന്നെ റീടാർഗറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഏത് സൈറ്റിൽ പോയി നിങ്ങൾക്ക് അവരുടെ ആഡ് കാണാൻ പറ്റും. ഓക്കെ, അത് അലൗഡ് ആണ്. അത് വലിയ ഡാറ്റ എത്തിക്സിന് വയലേഷനിൽ വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേരും ഇമെയിൽ ഫോൺ നമ്പർ ഇൻഫർമേഷൻസ് എല്ലാം ഒരു തേർഡ് പാർട്ടി ഏജൻസിക്ക് ഒരു ഹാൻഡ് ഓവർ ചെയ്യാന്ന് വിചാരിക്കുക ആ കമ്പനി. അത് ഡാറ്റ എത്തിക്സിന് അഗെയിൻസ്റ്റ് ആണ്. നിങ്ങളൊരു ഗുഡ് കൺസെന്റ് നിങ്ങൾ ആമസോൺ സൈറ്റിൽ കയറി അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിൽ കയറി, നിങ്ങൾ ആ സൈറ്റിൽ കയറുന്നൊരു നിങ്ങൾക്ക് ആ സൈറ്റിൽ ആ കമ്പനിയിൽ വിശ്വാസമുള്ള സൈറ്റിൽ കയറുന്നത്, അല്ലേ? ബട്ട് നിങ്ങളുടെ ഡാറ്റ അവർ മിസ്യൂസ് ചെയ്യുകയാണെങ്കിലോ ഇറ്റ്സ് ഗോയിങ് ടു ബി നമ്മുടെ അൺഎത്തിക്കൽ വേ ഓഫ് ബിഹേവിയർ ആണ്, അല്ലേ? അപ്പോൾ അവർ റീടാർഗറ്റിംഗ് ചെയ്യുന്ന അവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്, കുഴപ്പമില്ല. പക്ഷെ വേറൊരു കമ്പനിക്ക് അവരുടെ ഡാറ്റ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എന്താ പറയുക ഭയങ്കര ഡാറ്റ എത്തിക്സ് വയലേഷനിൽ വരുന്ന ഒരു എലമെന്റ്സും കൂടിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഡാറ്റ എത്തിക്സിൽ വരുന്ന കുറേ എലമെന്റ്സ്. ആ കമ്പനി അവരുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെച്ച് നിങ്ങളൊരു ഡെക്കാത്തലിൽ പോയി ഒരു കൂപ്പൺ നിങ്ങളുടെ പേര് ഇമെയിലും കൊടുത്തു. അപ്പോൾ ഡെക്കാത്തലിൽ നിങ്ങൾ വിളിക്കുകയാണ് സെയിം ദാറ്റ് ഇങ്ങനെ ഓഫർ ഉണ്ട് നിങ്ങൾക്ക് വരാമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് മേക്ക് സെൻസ്, കുഴപ്പമില്ല. പക്ഷേ വേറെ ഏജൻസി നിങ്ങളെ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് യുവർ ഡാറ്റ ഹാസ് ബിൻ കോംപ്രമൈസ് എന്നുള്ള അർത്ഥം വരുന്നത്. ക്ലിയർ? സോ നൗ അപ്പോൾ അതൊക്കെയാണ് ഡാറ്റ എത്തിക്സിൽ വരുന്ന മേജർ ടോപ്പിക്സ് വരുന്നത്. നൗ ദെൻ ഇനി നമ്മൾ ഡാറ്റ എത്തിക്സ് റിലേറ്റഡ് കുറേ പ്രിൻസിപ്പിൾസ് പഠിക്കുകയാണ്. ഫസ്റ്റ് ഫെയർനെസ് പ്രിൻസിപ്പിൾ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഫെയർ ആൻഡ് ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് നമ്മളത് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. കസ്റ്റമേഴ്സിന്റെ പ്രൈവസി നമ്മൾ മാനിച്ചിട്ടുണ്ടാവണം. വി ഷുഡ് നോട്ട് യൂസ് ദെയർ പേഴ്സണൽ. ഇപ്പോൾ ലെറ്റ്സ് നിങ്ങൾ സ്റ്റാറ്റിക് IP ഒരാൾക്ക് അറിയുമെങ്കിൽ, നിങ്ങൾ IP അഡ്രസ് ഒരാൾക്ക് അറിയുമെങ്കിൽ, നിങ്ങൾ എന്തൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന അവർക്ക് അറിയാൻ പറ്റും. അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ആ ഡാറ്റ അപ്പോൾ അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് യുവർ പ്രൈവസി. നിങ്ങളുടെ പ്രൈവസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കീസും നമ്മൾ ട്രാൻസ്പെറൻസി ഉദ്ദേശിച്ചത് ഈ നിങ്ങളുടെ ഡാറ്റ ആ കമ്പനി കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ലൈക്ക് ബേസിക്കലി നിങ്ങളൊരു കമ്പനിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുക്കീസ് നിങ്ങൾ എല്ലോ ചെയ്യുന്ന എല്ലോ കുക്കീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു പോപ്പപ്പ് വരും എല്ലോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എല്ലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ പല സമയത്തും ബ്രൗസ് ചെയ്യുമ്പോഴൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസെന്റ് അവർ വാങ്ങിക്കുന്നതാണ്. കുക്കീസിന്റെ കൺസെന്റ് വാങ്ങിക്കുന്നത് നിങ്ങളുടെ IP അഡ്രസ് ട്രാക്ക് ചെയ്യാനുള്ള കൺസെന്റ് നിങ്ങൾ കൊടുക്കുന്നതാണ് ആ ലോ എന്നുള്ള സംഭവം. ഓക്കെ. അതുപോലെ തന്നെ കമ്പനി മസ്റ്റ് ആയിട്ടും അവരുടെ ഡാറ്റ പ്രൈവസി പോളിസി സൈറ്റിൽ ഇട്ടിട്ടുണ്ടാവണം. ഏത് സൈറ്റിൽ പോയാലും ഡാറ്റ പ്രൈവസി പോളിസി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പ്രൈവസി പോളിസി എന്ന് പറയുന്നത് സൈറ്റിൽ മിക്ക സൈറ്റുകളും കാണാൻ പറ്റും പ്രൈവസി പോളിസി. അപ്പോൾ ആ പ്രൈവസി പോളിസി മസ്റ്റ് ആയിട്ടും ആ കമ്പനിയുടെ പ്രൈവസി പോളിസി പബ്ലിക്കിന് അലോട്ട് ആയിട്ട് പബ്ലിക്കിന് കാണാൻ പറ്റുന്ന പോലെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പർപ്പസിനാണ് ഈ ഡാറ്റ യൂസ് ചെയ്യണമെന്നുള്ള ക്ലിയർ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവണം. അപ്പോൾ ഒരു കസ്റ്റമറെ അലോ ചെയ്യുമ്പോൾ തന്നെ താഴെ ഒരു വാട്ട് പർപ്പസ് ദേ യൂസ് ഇറ്റ് എന്നുള്ളൊരു ക്യാപ്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അലോ കൊടുക്കുന്നുണ്ടാവാം. അത് പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വി ഷുഡ് ഹാവ് ആസ് എ ബിസിനസ് ഓണേഴ്സ് വി ഷുഡ് ഹാവ് അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് അവർ കസ്റ്റമേഴ്സ് ഡാറ്റ. ഓക്കെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആധാറാണ് സിമ്പിൾ ആക്ഷൻ. നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ നമ്മുടെ ബയോമെട്രിക്, നമ്മുടെ കണ്ണ്, വിരല്, എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? നമ്മൾ ഗവൺമെന്റ് നമ്മുടെ ആധാർ എടുക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കണ്ണ് സ്കാൻ ചെയ്യുന്നുണ്ട്, ഫിംഗേഴ്സ് സ്കാൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസ് സ്കാൻ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളത് ഗവൺമെന്റിനോടുള്ള ട്രസ്റ്റിന്റെ പുറത്താണ് കൊടുക്കുന്നത് അല്ലേ? ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ട്രസ്റ്റിന്റെ പുറത്താണ്. ആ ഡാറ്റ ലീക്ക് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന റിസ്ക് എന്താണ്? കുറച്ച് വാർത്തകൾ കേട്ടാൽ ശരിയാണോ എനിക്കറിയില്ല. ബട്ട് അങ്ങനെ ഒരു ഡാറ്റ നമ്മൾ ന്യൂസ് കേട്ടായിരുന്നു ആ ഡാറ്റ ലീക്ക് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ ഡാറ്റ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന റിസ്ക് എന്താണ്? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് ഞാൻ ലോഗിൻ ചെയ്യുന്ന എൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ എൻ്റെ ഡാറ്റ ഒരു വേറെ ആൾക്ക് എൻ്റെ ഫിംഗർ പ്രിന്റും റെറ്റിനയും ഫേസും എല്ലാം വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് എൻ്റെ ലാപ്ടോപ്പിന്റെ ഓതന്റിക്കേഷൻ ഞാൻ എടുക്കുന്നത് ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ്, പാസ്വേഡ് വെച്ചിട്ടല്ല. അപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടാണ് ഫിംഗർ പ്രിന്റ് എൻ്റെ ഒരു ഗവൺമെന്റ് ഏജൻസി അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഞാൻ എൻ്റെ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നു. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഡാറ്റ വെച്ചിട്ട് എൻ്റെ ഡാറ്റ ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എന്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് ആ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ എന്തെങ്കിലും ക്ലയന്റ് കളക്ട് ചെയ്യുമ്പോൾ ടേക്ക് കൺസെന്റ് പ്രോപ്പർലി. വി ഷുഡ് ആസ്ക് ദെയർ കൺസെന്റ് ടു കളക്ട് ദെയർ ഡാറ്റ. ഇൻഡയറക്ട്ലി നമ്മൾ കളക്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ? സോ ഇത്രയും പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അഗെയിൻ നമ്മൾ പല ഡിസിഷൻസിലും കമ്പനികളും പല ഡിസിഷൻസ് എടുക്കുന്നതും AI വെച്ചിട്ടാണ്. AI ബേസ്ഡ് പല ഡിസിഷൻസ് എടുക്കുന്നത്. പല ഡിസിഷൻസ് കമ്പനീസ് ചെറിയ ചെറിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് AI ആണ്. ഇപ്പോൾ ഹയറിംഗ് പോലും AI ബേസ്ഡ് ആക്കിയാണ് പല കമ്പനീസും AI ബേസ്ഡ് ടൂൾ വെച്ചിട്ടൊക്കെയാണ് ഹയറിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ AI എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടാണ് ആ സോഫ്റ്റ്വെയർ പല ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ സോഫ്റ്റ്വെയർ സ്വന്തമായ തീരുമാനമില്ല. ആ സോഫ്റ്റ്വെയർ ചെയ്യാൻ എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്? നമ്മുടെ കുറെ യൂസ് കേസസും കുറെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസും നമ്മൾ ആ സോഫ്റ്റ്വെയറിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ. നിങ്ങൾ AI സിമ്പിൾ ലോജിക്ക് വെക്കുക. നിങ്ങൾ ഒരു AI സോഫ്റ്റ്വെയറിനോട് ചാറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയറിന്റെ റെസ്പോൺസ് തരുന്നുണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ. സോ
ഒരു സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾ ഒരു AI ബേസ്ഡ് സോഫ്റ്റ്വെയറിൽ ചാറ്റ് ചെയ്യണം. ഓക്കെ, ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് AIയുടെ എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ വോഡാഫോണിന്റെ കസ്റ്റമർ കെയറിൽ ഉള്ള AI ചാറ്റ് ബോട്ടിൽ നിങ്ങൾ ചാറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു AI വോഡാഫോൺ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുമ്പോൾ കുറേ ചാറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇനീഷ്യലി ആ ചാറ്റ് ബോട്ടിൽ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്സ് ഉണ്ടാവും. ഇവൻച്വലി അത് കുറഞ്ഞു വരും. എന്നാൽ ഒരു കസ്റ്റമർ ഇപ്പോൾ ഞാൻ വോഡാഫോണിലേക്ക് വിളിച്ച് പറയാണ്, എനിക്ക് എൻ്റെ അക്കൗണ്ട് ബാലൻസ് അറിയണം. ഓക്കെ, അപ്പോൾ അവർ അക്കൗണ്ട് ബാലൻസ് എനിക്ക് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റോമിംഗ് പ്ലാനെ പറ്റി അറിയണം. ഞാൻ പല ചോദ്യങ്ങൾ എയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വോഡാഫോണിന്റെ കസ്റ്റമർ കെയർ ചോദിക്കുകയാണ്. അപ്പോൾ അവർ എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു, ചാറ്റ് ബോർഡ് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഓരോ ചോദ്യവും ഓരോ ഉത്തരവും ആ സോഫ്റ്റ്വെയർ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും. സോഫ്റ്റ്വെയർ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ദെൻ ഇവൻച്വലി ഈ ചോദ്യവും ഉത്തരവും എല്ലാം അവരുടെ ഹിസ്റ്ററിക്കൽ ഡാറ്റയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഹിസ്റ്ററിക്കൽ ഡാറ്റ വെച്ചാണ് AI വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവൻച്വലി ആദ്യമൊക്കെ AI ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റിലൊക്കെ ഒരു 1,00,000 കസ്റ്റമേഴ്സ് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 95,000 കസ്റ്റമേഴ്സിന് റെസ്പോണ്ട് ചെയ്യുന്നത് ഹ്യൂമൻസ് തന്നെയായിരിക്കും, മനുഷ്യന്മാരിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ 95,000 പേരുടെ റെസ്പോൺസും ആ AI സോഫ്റ്റ്വെയർ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സിമിലർ റിക്വയർമെന്റ്സ് അത് പിന്നീട് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹിസ്റ്ററിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്തിട്ടായിരിക്കും AI എന്നുള്ള ആ ചാറ്റ് ബോർഡ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ AI ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം 1,00,000 ചാറ്റ്സ് ആണ് നടന്നെങ്കിൽ 95,000 ചാറ്റ് ഹ്യൂമൻസ് ആയിരിക്കും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവുക. 5,000 ചാറ്റ് ആയിരിക്കും AI ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 100,000 ചാറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 50,000 ചാറ്റ് AI തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. 50,000 ചാറ്റ് ആയിരിക്കും ഒരു ഹ്യൂമൻ ചാറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഓരോ വർഷം കഴിയുന്നതോറും AIയുടെ ലേണിംഗ് കൂടി വരും. ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാർ റെസ്പോണ്ട് ചെയ്യുന്നത് പിന്നീട് കുറഞ്ഞ് മേ ബി ഒരു ആഫ്റ്റർ ഒരു 10 years 5 years കഴിയുമ്പോൾ നമ്മൾ വോഡാഫോണിലേക്ക് ചാറ്റ് ചെയ്യുമ്പോൾ മേ ബി ഒരു 3,000 ഔട്ട് ഓഫ് 100,000 ഇപ്പോൾ 2,000 3,000 ചാറ്റ്സ് ആയിരിക്കും ഹ്യൂമന് ഇടപെടേണ്ടി വരുള്ളൂ. ബാക്കി 97,000 ചാറ്റും AI തന്നെ സൊല്യൂഷൻ ആക്കും. കാരണം AI അല്ലെങ്കിൽ ഇതുവരെയുള്ള എല്ലാ ചാറ്റിനും ചാറ്റ് ഹിസ്റ്ററീസ് അവരുടെ കയ്യിലുണ്ടാവും. ആ ചാറ്റ് ഹിസ്റ്ററി ആണ് അവരുടെ ഇൻഫോർമേഷൻ. ആ ചാറ്റ് ഹിസ്റ്ററി ബേസ്ഡ് ആണ് അവർ റെസ്പോണ്ട് ചെയ്യാം. ഇതാണ് AIയുടെ ബേസിക് ലോജിക്. ഓക്കെ, അപ്പോൾ AIക്ക് ഒരു ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്യൂർലി ബേസ്ഡ് ഓൺ ഹിസ്റ്ററിക്കൽ ചാറ്റ്സ്, ഹിസ്റ്ററിക്കൽ അവർക്ക് കൊടുത്ത ഫീഡ്സും ഇൻപുട്ട് അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. ആസ് എ ബിസിനസ് ഓണേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആ AI കൊടുത്ത ഡാറ്റ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയാണ്, ലൈക്ക് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മറുപടി പറയണം. ഓക്കെ, അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒപ്പീനിയൻ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ത് ചെയ്യുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്ത മറുപടിക്ക് പകരം വേറെ എന്തൊക്കെ മറുപടി വന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ AI കൊടുത്ത ഹിസ്റ്ററിക്കൽ ഡാറ്റ നമ്മൾ റോങ് ആയിട്ട് കൊടുക്കുന്നു ടു ഗെറ്റ് സം നമുക്ക് ഫേവേർഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് AI പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററിക്കൽ ഡാറ്റയിൽ നമ്മൾ അമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഒരു ഫിൽറ്റേഡ് ഹിസ്റ്ററിക്കൽ ഡാറ്റ നമ്മൾ AIക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി AI എടുക്കുന്ന ഡിസിഷൻ വരെ ബയാസ്ഡ് ആയിട്ടായിരിക്കും എടുക്കുക. നമ്മൾ കൊടുത്ത ഹിസ്റ്ററിക്കൽ ഡാറ്റ വെച്ചിട്ടായിരിക്കും AI ഡിസിഷൻ എടുക്കുക. അപ്പോൾ ആ ഡിസിഷൻ ബയാസ്ഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും നമ്മൾ ഡാറ്റ എത്തിക്സിൽ ഫോളോ ചെയ്യേണ്ട കുറെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, നൗ നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടി ആഡ് ആയിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ PDF ഈ വേർഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കത് നോക്കാം. യു വിൽ ഗെറ്റ് സം ബേസിക് ചേഞ്ചസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടി പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ട്. സോ ആഡ് ഇറ്റ് ലേറ്റർ. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ മെയിൻലി ഗവൺമെന്റിന്റെ കുറേ റെഗുലേഷൻസ് ഉണ്ട്. ഈ പബ്ലിക്കിന്റെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്പനികൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസും നിയമങ്ങളും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ അതൊക്കെയാണ് കൂടുതലും ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും വെരി കോമൺ GDPR ആണ്. യൂറോപ്യൻ യൂണിയനിൽ വന്നിട്ടുള്ള മിക്ക കമ്പനികളും മസ്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ് GDPR, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് എന്ന് പറയുന്നത്, യൂറോപ്യൻ യൂണിയനിൽ വരുന്നത്. അതുപോലെ തന്നെ US ഒരുപാട് നിയമങ്ങളുണ്ട്, യൂറോപ്പിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, പല കൺട്രീസിലും അവരുടേതായിട്ടുള്ള കുറെ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ഉണ്ട്. നിങ്ങൾ അതിന്റെ പേരൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഞാൻ അത്ര ഇതിന്റെ ഓരോന്നും എന്താണെന്ന് ഞാൻ കൂടുതൽ രീതിയിൽ പറയുന്നില്ല. നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്റെ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് നിയമം എടുത്താലും എല്ലാത്തിന്റെയും മെയിൻ അജണ്ട എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് പ്രൊട്ടക്ട് ചെയ്യുക, അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാണ്ടിരിക്കുക, അതിൽ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക, അതിൽ അക്കൗണ്ടബിലിറ്റി, അതിന് ഉത്തരവാദിത്വം ആ കളക്ട് ചെയ്ത കമ്പനി ടേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാത്തിലും മേജർ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഫൈൻ.
So that's all. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡിലീഷൻസ് ആണ്. അപ്പോൾ മെയിൻലി മോറൽ ഫിലോസഫീസ് ഓഫ് സെക്ഷൻ F1 സ്റ്റേറ്റ്മെന്റ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വാല്യൂസ് ആൻഡ് എത്തിക്സ് രണ്ട് ടോപ്പിക്സും നമ്മുടെ സെഷനിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മേജർ ആയിട്ടുള്ള നമുക്ക് പാർട്ട് 2 വന്നിട്ടുള്ള മേജർ ചേഞ്ചസ്. പാർട്ട് 1 സെഷൻ ഞാൻ അപ്കമിങ് ഒരു ഫ്യൂ ഡേയ്സിൽ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഐ ഹോപ്പ് എവരിവൺ വിൽ ജോയിൻ ഫോർ ദാറ്റ് ടു. That's all for the day. If you have any questions, please put me on the chat box. I'll be there for another 1 minute. Any questions so far? Okay. Sindhu, do you have any questions? Okay, so let me. Yeah, you can put me on the chat box, Sindhu. Yes. Naveen, part 1 syllabus updation അടുത്ത ദിവസങ്ങളിൽ ഞാൻ സെഷൻ എടുക്കുന്നുണ്ടാവും. So you can join that too. Sripriya will coordinate that for you. Okay. Okay. Any more questions? PDF ഞാൻ അയക്കാം. നവനീത്, പുതിയ ഏരിയയുടെ ഞാൻ ഈ ചേഞ്ചസ് ഞാൻ അയക്കാം. എക്സ്പ്ലനേഷൻ ലെറ്റ് മീ സി, ഞാൻ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കാൻ പറ്റും നോക്കട്ടെ. ലെറ്റ് സി, നോക്കട്ടെ. ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഓൺ ദാറ്റ്. ഓക്കെ, ചേഞ്ചസ് ഉള്ള ടോപ്പിക്സിന് ഞാൻ ഒരു PDF അയച്ചിടാൻ പറ്റും നോക്കാം. ആക്ച്വലി ചേഞ്ചസ് മാത്രമായിട്ട്. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഭയങ്കരമായ മാറ്റങ്ങളൊന്നുമില്ല. ഇറ്റ്സ് വെരി റീസണബിൾ ചേഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ഏരിയ ഒന്ന് ഐ തിങ്ക് ദിസ് വീഡിയോ ഈസ് എനഫ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. നമ്മൾ ഇന്നത്തെ സെഷൻ്റെ ദിസ് എക്സ്പ്ലനേഷൻ ഇനഫ് ആണ്. നിങ്ങൾക്ക് ദാറ്റ്സ് മോർ ദ ഇനഫ്. നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. എല്ലാം ചെറിയ ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല. ബേസിക് എക്സ്പ്ലനേഷൻസ് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൗവർ ലെറ്റ്സ് സി, ഞാനത് പറ്റുകയാണെങ്കിൽ ഒരു നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അയച്ചു തരാം. ബട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങളൊന്ന് വീണ്ടും റീകോൾ ചെയ്ത് കണ്ടത് ദാറ്റ്സ് ഇനഫ്. അത് മതി. ഓക്കെ, കുഴപ്പമില്ല സിന്ധു, ഞാൻ ലേറ്റ് ആയിട്ട് വന്നില്ല. കുഴപ്പമില്ല, ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഈ ഇന്നത്തെ സെഷൻ റെക്കോർഡിങ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. അപ്പം ക്ലാസ് മിസ്സായോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റെക്കോർഡിങ് കേൾക്കാം. ഐ തിങ്ക് നിങ്ങൾക്ക് നോട്ട്സിൻ്റെ ആവശ്യമില്ല. ഈ PDF ഞാൻ അയച്ചു തരാം. ബട്ട് നിങ്ങൾ ഈ സെഷൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓർത്താൽ മതി. ദാറ്റ്സ് എനഫ്. അത്രയേ ഉള്ളൂ ചേഞ്ചസ്. വേറെ കാര്യമായ മാറ്റമൊന്നും പാർട്ട് 2 വന്നിട്ടില്ല. പാർട്ട് 1 പിന്നെയും കുറേ ചേഞ്ചസ് വന്നിട്ടുള്ളത്. പാർട്ട് 2 അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി പറ്റുകയാണെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ദ ഇനഫ്. അത് മതി, അത്ര ആവശ്യമില്ല. ഓക്കെ, ബാക്കിയെല്ലാം പാർട്ട് 2 സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. നവ്നീത്, MCQസിൽ മെസ്സേജ് രണ്ടിലും പറഞ്ഞു. ഇതിനകത്ത് ആകെ ഒരു essay പോസിബിലിറ്റി, ലൈക്ക് നമുക്കിപ്പോൾ Fന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അറിയാലോ, കൂടുതൽ ഒരു പ്രാക്ടിക്കൽ ഫോക്കസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ചേഞ്ചസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി ഓൺ ദാറ്റ്. ഓക്കെ, SAയിൽ ഈ പറഞ്ഞ പോലെ ചില ഏരിയാസ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ഓൾറെഡി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതൊക്കെ നിങ്ങളത് നോക്കിയാൽ മതി. ദാറ്റ്സ് എനഫ്. പോസിബിലിറ്റി ഉണ്ട്. പൊതുവേ ഞാൻ കാണുന്ന ഒരു എവറി 3 ഇയേഴ്സും സിലബസിൽ മാറ്റങ്ങൾ വരാറുണ്ട്. മാറ്റങ്ങൾ വരുമ്പോൾ ഞാൻ പൊതുവേ SAയിൽ മാറ്റങ്ങൾ വന്ന ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ടും കാണാറ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒരുപാട് മാറ്റങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഡോണ്ട് ടു വറി. ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് ആകെ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. സോ വി ആർ എൻഡിങ് അപ്പ് ദ സെഷൻ. Recordings you can check with the academics team, so they will share that with you. Okay, thank you very much. Bye, good night.